Welcome to Ernest Academy, Kerala Water Authority, Grade 3 Online Classes. Kerala Water Authority ഓവർസീ ഗ്രേഡ് 3 ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ആദ്യത്തെ ടോപ്പിക്കായ പ്രൊജക്ഷൻസിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊജക്ഷൻസ് ആണ്. പ്രൊജക്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. പ്രൊജക്ഷൻസിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പാരലൽ എന്നും കൺവേർജൻ്റ് എന്നുമാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ രീതി. ഓക്കെ, ഇനി പാരലലിനെ നമുക്ക് വീണ്ടും രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓർത്തോഗ്രഫിക് എന്നും ഒബ്ലിക് എന്നും. ഓർത്തോഗ്രഫിക് എന്നും ഒബ്ലിക് എന്നും നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഓർത്തോഗ്രഫിക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും മൾട്ടി വ്യൂ എന്നും അതേപോലെ തന്നെ ആക്സോണോമെട്രിക് എന്നും. മൾട്ടി വ്യൂ എന്നും ആക്സോണോമെട്രിക് എന്നും. ഓക്കെ, ഇനി മൾട്ടി വ്യൂവിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഈ രണ്ട് പറയുന്ന ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പലപ്പോഴും കേട്ടിട്ടുള്ള ആണ്. അതായത് ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും പ്രൊജക്ഷൻ. ഓക്കെ, അപ്പോൾ മൾട്ടി വ്യൂവിനെ വീണ്ടും രണ്ടായി തിരിച്ചു. ഫസ്റ്റ് ആംഗിള്, തേർഡ് ആംഗിള്. ഓക്കെ, ഇനി ആക്സോണോമെട്രിക്കിനെ നമ്മൾ തരംതിരിക്കുന്നു. അതായത് ഓർത്തോഗ്രാഫിക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫൈ ചെയ്യുന്ന വേർഡാണ് ആക്സോണോമെട്രിക് അല്ലേ. അപ്പോൾ ആക്സോണോമെട്രിക്കിനെ നമ്മൾ വീണ്ടും തരംതിരിക്കുകയാണ് ഐസോമെട്രിക് എന്നും ഡൈമെട്രിക് എന്നും ട്രൈമെട്രിക് എന്നും. അതിൽ ഐസോമെട്രിക് എന്ന് പറഞ്ഞ ടേം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, ഇനി പാരലലിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. ഓർത്തോഗ്രാഫിക്ക് നമ്മൾ മൊത്തം പറഞ്ഞു. അതായത് ഓർത്തോഗ്രാഫിക്കിന് വരുന്ന ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ചെയ്തില്ല, ഡീറ്റെയിൽ അങ്ങോട്ട് പോകുമ്പോൾ പറയും. ഓർത്തോഗ്രാഫി കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്ന ഏതാണ്? പാരലലിന് ഒബ്ലിക് ആയിരുന്നല്ലേ. അപ്പോൾ ഒബ്ലിക്കിനകത്ത് ഏതൊക്കെ ഇനി വരും? ഒബ്ലിക്കിനകത്ത് വരാൻ പോകുന്നത് കാവലിയർ, ക്യാബിനറ്റ്, ജനറൽ. കാവലിയർ, ക്യാബിനറ്റ്, ജനറൽ. ഓക്കെ, അങ്ങനെ 3 ഒബ്ലിക് പ്രൊജക്ഷൻ ആണ് വരുന്നത്. ഇനി പാരലലിനെ കൂടാതെ, നമ്മൾ പാരലലല്ല ഇപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി പാരലലിനെ കൂടാതെ കൺവേർജൻറ്റും കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ കൺവേർജൻറ്റ് നോക്കാം. കൺവേർജൻറ്റിനകത്ത് വരുന്നത് എന്ന് പറയുന്നത് പേഴ്സ്പെക്റ്റീവാണ്. പേഴ്സ്പെക്റ്റീവ്. ഓക്കെ, കൺവേർജൻറ്റിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻ ഏതാണ്? പേഴ്സ്പെക്റ്റീവ്, അല്ലെങ്കിൽ സെൻട്രൽ എന്ന് പറയും. സെൻട്രൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി പേഴ്സ്പെക്റ്റീവിനെ നമ്മൾ 3ആയി തരംതിരിക്കാം. 1 പോയിൻ്റ് എന്നും 2 പോയിൻ്റ് എന്നും 3 പോയിൻ്റ് എന്നും. 1 പോയിൻ്റ് എന്നും 2 പോയിൻ്റ് എന്നും 3 പോയിൻ്റ് എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പ്രൊജക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബുക്കിനകത്തോട്ട് നോട്ട് ചെയ്യുക. ഇനി ഈ ഓരോ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും പറയാൻ പോകുന്നത് നമ്മൾ പ്രൊജക്ഷൻ പറയുന്നത്, നമുക്കറിയാം പാരലലിനെ കുറിച്ച് ഇനിയും പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പാരലലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് നമുക്ക് കുറച്ച് ടെർമിനോളജീസ് അറിഞ്ഞിരിക്കണം. കുറച്ച് ടേംസ് മനസ്സിലായാലേ നമുക്ക് ഇതിനെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓരോ പ്രൊജക്ഷൻസ് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ടേംസ് ഡീറ്റെയിൽ ചെയ്യുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഒബ്സർവർ എന്ന് പറഞ്ഞ ടേമാണ്. ഓക്കെ, എന്താണ് ഒബ്സർവർ? അല്ലെ, ആരാണ് ഒബ്സർവർ? മിക്കവാറും നമ്മളാണ് ഒബ്സർവർ അല്ലേ. ആരാണോ ഒബ്ജക്റ്റിനെ നോക്കുന്ന ആൾ, ആ ആളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്സർവർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആരാണോ ഡ്രോ ചെയ്യുന്നത്, അല്ലെ ആരാണോ ഈ ഒബ്ജക്റ്റിനെ വീക്ഷിക്കുന്നത്, ഓക്കെ, ആ ആളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്സർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒബ്സർവറിനെ നമുക്ക് 2 ലൊക്കേഷനിലാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സർവർ എവിടെ ഇരിക്കുന്നത്. ലൊക്കേഷൻ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന എവിടെയാണ്, ഒബ്സർവർ എവിടെ ഇരിക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് പൊസിഷനിൽ. ഫൈനൈറ്റ്. ഓക്കെ, എന്താണ് ഫൈനൈറ്റ് പൊസിഷൻ? ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ക്യൂബാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അതിനെ നമുക്ക് ഒരു ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കണം. ഓക്കെ, നമുക്ക് അതിൻ്റെ പല വ്യൂസ് വരയ്ക്കണം. അതായത് ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, അതുപോലെ തന്നെ ഐസോമെട്രിക് വ്യൂ, അങ്ങനെ പല വ്യൂസ് ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒബ്സർവറാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്യൂബിനെ നോക്കും. ഒബ്സർവറിനെ പല സ്ഥലങ്ങളിൽ നമ്മൾ ലൊക്കേറ്റ് ചെയ്യും അല്ലേ. ഒബ്സർവറിനെ ടോപ്പ് സൈഡിൽ ലൊക്കേറ്റ് ചെയ്യും, ഒബ്സർവറിനെ സൈഡിൽ ലൊക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒബ്സർവറിനെ ഫ്രണ്ടിൽ ലൊക്കേറ്റ് ചെയ്യും. എന്നിട്ട് പല വ്യൂസ് വരയ്ക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വ്യൂസ് വരയ്ക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ കേസിൽ ഫൈനൈറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ദൂരത്തെയാണ് ഫൈനൈറ്റ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതായത് ഒബ്ജക്റ്റ്, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കി അറിയാം, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒബ്ജക്റ്റും ഈ ഒബ്സർവറും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, നമുക്കറിയാവുന്ന ഒരു ഡിസ്റ്റൻസ് അകലെയാവും. ഫോർ എക്സാമ്പിൾ 1 മീറ്റർ. അപ്പോൾ നമുക്കറിയാം 1 മീറ്ററാണ് ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ദൂരം. ഓക്കെ, അപ്പോൾ ആ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. കാരണം നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ നമുക്കറിയാം. അല്ലെങ്കിൽ 2 മീറ്റർ എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാം, എത്ര ഡിസ്റ്റൻസ് അകലെയാണ് ഒബ്സർവറും ഒബ്ജക്റ്റും തമ്മിൽ ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക്
അവിടെ ഫൈനൈറ്റ് എന്ന് തന്നെ പറയാം. ഇത് കൂടാതെ നമുക്ക് വേറെ രീതിയും പറയാം, ഇൻഫിനിറ്റ്, അതായത് ഇൻഫൈനൈറ്റ് ലൊക്കേഷൻ. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ ധാരണയില്ല ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ദൂരം. ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ദൂരം നമുക്ക് ധാരണയില്ല. നമ്മളപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ ആ ഡിസ്റ്റൻസിനെ ഇൻഫൈനൈറ്റ്, നമുക്ക് വ്യക്തമായ ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇനി ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലെ എന്നായിരിക്കും പറയുന്നത്. ഒബ്സർവർ ഒബ്ജക്റ്റിൽ നിന്ന് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ രണ്ട് രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, ഒബ്സർവർ ഒബ്ജക്റ്റും തമ്മിലുള്ള ദൂരത്തെ പറയാൻ പറ്റും, ഫൈനൈറ്റ് എന്നും ഇൻഫൈനൈറ്റ് എന്നും. ഓക്കെ, അപ്പോൾ അവിടെ അത്രയും ഒബ്സർവർ എന്താണെന്ന് മനസ്സിലായി, ഒബ്സർവറിൻ്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലായി. ഇനി ഒബ്സർവർ അല്ലാതെ ഇനി ടേംസ് ഉണ്ട്. ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണോ ഡ്രോയിങ് ഷീറ്റിലേക്ക് വരയ്ക്കുന്നത്, അല്ലെ എന്തിനാണോ നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ എന്തിനാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് കാണാം, ഒരു ക്യൂബിക്കൽ ഷേപ്പുള്ളൊരു, അല്ലെങ്കിൽ ഒരു ക്യൂബിക്കൽ ഷേപ്പ്, അല്ലേ, ഒരു ക്യൂബിക്കൽ ഷേപ്പുള്ളൊരു സാധനമാണ് ഈ കാണിച്ചേക്കുന്നത് ഒബ്ജക്റ്റായിട്ട്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്ന ടേമാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. എന്താണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ? നമ്മൾ എന്തിനേക്കാണോ നമ്മുടെ ഒബ്ജക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. എന്ത് പ്ലെയിനിലേക്കാണ്? ഇപ്പോൾ നമ്മൾ സിനിമാ തിയേറ്ററിൽ പോയി, സിനിമാ തിയേറ്ററിൽ പോകുമ്പോൾ നമുക്കറിയാം നമുക്കൊരു പ്രൊജക്ടറുണ്ട്, അല്ലേ. ആ പ്രൊജക്ടറിൽ നിന്ന് കുറച്ച് വെട്ടം വരുന്നുണ്ട്. ആ വെട്ടം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിഗ് സ്ക്രീനിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്, അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്താ, ആ വലിയ ബിഗ് സ്ക്രീനാണ്, അല്ലേ. ആ ബിഗ് സ്ക്രീനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ബിഗ് ആയിട്ടുള്ള വൈറ്റ് സ്ക്രീൻ, അല്ലേ, ആ വൈറ്റ് സ്ക്രീനിലാണ് നമ്മുടെ ഇമേജ് തെളിയുന്നത്. അപ്പോൾ ഇമേജ് എവിടെയാണോ തെളിയുന്നത്, അല്ലെ വ്യൂ എവിടെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റിൻ്റെ നമുക്ക് പല വ്യൂസ് വരയ്ക്കേണ്ടി വരും. ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ, അല്ലെങ്കിൽ വേറെ ഒബ്ലിക് വ്യൂ, അങ്ങനെ പല വ്യൂസ് ഉണ്ട്. അപ്പോൾ ആ പല വ്യൂസും നമ്മൾ വരയ്ക്കുന്ന എവിടോട്ടായിരിക്കും, നമ്മുടെ ഇരിക്കുന്ന ഡ്രോയിങ് ഷീറ്റ് ആയിരിക്കും, അല്ലേ. അപ്പോൾ ആ ഡ്രോയിങ് ഷീറ്റിലാണ് നമ്മൾ മിക്കവാറും എന്തായിട്ട് പറയുന്നത്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുക. ആ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ അത് നമുക്ക് നമ്മുടെ വ്യൂ കിട്ടും. ഒന്നെങ്കിൽ ടോപ്പ് വ്യൂ ആയിരിക്കാം, അല്ലെ സൈഡ് വ്യൂ ആയിരിക്കാം, അല്ലെ ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, വ്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ്, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ വരുന്ന വ്യൂ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഒരു സാധനം കൂടെ നമുക്ക് പറയാൻ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നോക്കിയറിയാം ഒബ്സർവറിൽ നിന്ന്, അല്ലേ, ഒബ്ജക്റ്റ് വഴി, അല്ലേ, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരെ എത്തുന്ന ഒരു ലൈൻ കാണാൻ പറ്റും. ഒന്നല്ല, കുറേ ലൈൻസ് ഉണ്ട്. ഇതാണ് ആ ലൈൻസ്, അല്ലേ. ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ലൈൻസ് നമുക്കറിയാം, ഇത് സാധാരണ നമ്മൾ റേ എന്ന് പറയും, അല്ലേ, റേ എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളിവിടെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ആസ്പെക്റ്റ് പറയുമ്പോൾ നമ്മളതിനെ പറയുന്ന പേര് ലൈൻസ് ഓഫ് സൈറ്റ് എന്നാണ്. ലൈൻസ് ഓഫ് സൈറ്റ് നമ്മുടെ കണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഓക്കെ, നമ്മുടെ ഒബ്സർവറിൻ്റെ കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് എവിടം വരെ അത് ചെല്ലും, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരെ ചെല്ലും, അല്ലേ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരെ ആ ലൈൻസ് ഓഫ് സൈറ്റ് ചെല്ലും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻസ് ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഒബ്സർവറിൽ നിന്ന് ഉത്ഭവിച്ച് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരെ ചെല്ലുന്ന ആ ലൈൻസിനാണ് ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. ഇനി ചില അവസരങ്ങളിൽ ഈ ലൈൻ ഓഫ് സൈറ്റിനെ നമ്മൾ പ്രൊജക്റ്റേഴ്സ് എന്നും പറയും. പ്രൊജക്റ്റേഴ്സ് എന്നും പറയും. ഓക്കെ, പ്രൊജക്റ്റേഴ്സ് എവിടെ നിന്നാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒബ്ജക്റ്റിൽ നിന്ന് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരെയുള്ള അത്രയും ലൈനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രൊജക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ലൈൻസ് ഓഫ് സൈറ്റും പ്രൊജക്റ്റേഴ്സ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ രണ്ട് ആസ്പെക്റ്റിൽ പറയും. ലൈൻസ് ഓഫ് സൈറ്റ് നമ്മൾ ഒബ്സർവറിൽ നിന്ന് ഉത്ഭവിച്ച് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരെ വരും. ഒബ്സർവറും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. മറ്റേ പ്രൊജക്റ്റേഴ്സ് പറയുമ്പോഴും സെയിം സാധനം തന്നെയാണ്. കുറച്ചും കൂടെ ക്ലിയറാക്കി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒബ്ജക്റ്റിൽ നിന്ന് ഉത്ഭവിച്ച് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എത്തിയെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈൻസ് ഓഫ് സൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. പാരലൽ പ്രൊജക്ഷൻ. എന്താണ് പാരലൽ പ്രൊജക്ഷൻ? ഓക്കെ, പാരലൽ പ്രൊജക്ഷൻ അത് നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ലൈൻസ് ഓഫ് സൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, ലൈൻസ് ഓഫ് സൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ക്ലിയർ ചെയ്തേക്കാം. അതായത് നിങ്ങൾ ഈ ഇതിന് മുമ്പ് പറഞ്ഞ ഡ്രോയിങ് ഇത് നോക്കിയാൽ കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ അകത്ത് ഈ ഒബ്സർവറും ഈ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെ ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് ഇരുന്നത്, അല്ലേ. ഒബ്സർവറും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെ ഇടയ്ക്ക് ആര് വന്നു, ഒബ്സർവർ വന്നു, അല്ലേ. ഈ രീതി എന്ന് പറയുന്നത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞതിൻ്റെ രീതിയാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിനകത്ത് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇത് കൂടാതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
രണ്ടാമത്തെ ഒരു രീതി നോക്കിയേ, ഇവിടെ ആണെങ്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒബ്സർവർ ഉണ്ട്, പ്രൊജക്ഷൻ പ്ലെയിൻ ഉണ്ട്, പക്ഷേ എന്താ ഇവിടെ പ്രത്യേകത? ഒബ്ജക്റ്റ്. നോക്കിയേ, ഇവിടെ മറ്റേതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിനകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കറിയാമായിരുന്നു ഒബ്സർവറും പ്രൊജക്ഷൻ പ്ലെയിൻ്റെ ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് അല്ലേ. മറ്റേതിനകത്ത് വന്നത് ഒബ്സർവറിൻ്റെയും പ്രൊജക്ഷൻ പ്ലെയിൻ്റെ ഇടയ്ക്കായിരുന്നു എന്ത് വരുന്നത്? ഒബ്ജക്റ്റ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ ഒബ്സർവറും ഒബ്ജക്റ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് എന്ത് വരുന്നത്? പ്രൊജക്ഷൻ പ്ലെയിൻ വന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതി എന്ന് പറഞ്ഞാൽ തേർഡ് ആംഗിളിൻ്റെ മെത്തേഡാണ്. അതും ഞാൻ ആ തേർഡ് ആംഗിളിൻ്റെ റീജിയൻ വരുമ്പം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രീതി രണ്ട് രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചില ഭാഗങ്ങളിൽ ഒബ്ജക്റ്റിൻ്റെയും ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് പ്രൊജക്ഷൻ പ്ലെയിൻ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചിലയിടത്ത് ഒബ്സർവറിൻ്റെയും പ്രൊജക്ഷൻ പ്ലെയിൻ്റെ ഇടയ്ക്കായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് കൺഫ്യൂസ് ആവേണ്ട, രണ്ടും നമ്മൾ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെ ഉദ്ദേശിക്കും. രണ്ട് രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് പാരലൽ പ്രൊജക്ഷനാണ്. പാരലൽ പ്രൊജക്ഷനകത്ത് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ടൈം ലൈൻ ഓഫ് സൈറ്റിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് ഇവിടെ പാരലായിരിക്കും. നിങ്ങളിവിടെ നോക്കിയാൽ എൻ്റെ ഇവിടെ ഒരു ലൈൻ ഓഫ് സൈറ്റ് കാണുന്നുണ്ട്. നമുക്കറിയാം ഇതാണ് ഒബ്സർവർ അല്ലേ. ഒബ്സർവറിൽ നിന്ന് ലൈൻ ഓഫ് സൈറ്റ് എവിടം വരെയും പോവും? ഒബ്സർവറിൽ നിന്ന് നമുക്കറിയാം ലൈൻ ഓഫ് സൈറ്റ് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ വരെയും പോകുന്നതാണ് അല്ലേ. അപ്പോൾ പ്രൊജക്ഷൻ പ്ലെയിൻ വരെയും പോകുമ്പം ഈ ലൈൻ ഓഫ് സൈറ്റ് എങ്ങനെ ഇരിക്കുന്ന ഓരോ ലൈൻ ഓഫ് സൈറ്റ്, അതായത് ഇതൊരു ലൈൻ ഓഫ് സൈറ്റാണ്. ഇവിടെ വരെ രണ്ടെണ്ണേ ഉള്ളൂ, 1, 2. ഓക്കെ, അപ്പോൾ രണ്ട് ലൈൻ ഓഫ് സൈറ്റുകൾ എന്ത് പ്രത്യേകതയുണ്ട്? പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ലൈൻ ഓഫ് സൈറ്റിൻ്റെ പ്രത്യേകത പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഈ ലൈൻ ഓഫ് സൈറ്റും ഈ ലൈൻ ഓഫ് സൈറ്റും എന്തായിരിക്കും? പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതെന്താ അങ്ങനെ പാരലൽ ടു ഈച്ച് അതർ ആകുന്നത്? ഇതിന് നമുക്ക് ആദ്യത്തെ നമ്മുടെ ഈ ഡ്രോയിങ് തന്നെ നോക്കാം, അല്ലെ ഈ ഇമേജ് തന്നെ നോക്കാം. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒബ്സർവറും പ്രൊജക്ഷൻ പ്ലെയിനും അതുപോലെ ലൈൻ ഓഫ് സൈറ്റ് നോക്കി അറിയാം. ലൈൻ ഓഫ് സൈറ്റ് അല്ലേ ഇവിടെ ഇംഗ്ലൈൻഡ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത് അല്ലേ. ഒബ്സർവറും എന്ന് വരുന്ന ലൈൻ ഓഫ് സൈറ്റ് പ്രൊജക്ഷൻ പ്ലെയിനിലോട്ട് പോകുന്ന ലൈൻ ഓഫ് സൈറ്റ് ഇംഗ്ലൈൻഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അല്ലേ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലൈൻഡാണ്, എല്ലാ ലൈനും ഇംഗ്ലൈൻഡ്. അതെന്താ ഇംഗ്ലൈൻഡ് അവിടെ വരുന്നത്? അവിടെ ഇംഗ്ലൈൻഡ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്നും ഒബ്സർവറും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഒബ്സർവറും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ ഫൈനൈറ്റാണ്. നമുക്കറിയാം ഇത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ നമുക്കിത് ഫൈനൈറ്റ് വാല്യൂ ആണ്. ഒബ്സർവർ ഫൈനൈറ്റ് ആണ്, അതായത് ഒബ്സർവറും ഒബ്ജക്റ്റിൽ നിന്ന് എത്ര അകലെയാണ് നമുക്ക് എക്സാക്റ്റ് ഒരു വാല്യൂ ഉണ്ട്, 1 മീറ്റർ അല്ലെ 2 മീറ്റർ. അതിൻ്റെ അർത്ഥം ഇതെന്താ? ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിൽ ക്ലോസ് ആയിട്ടിരിക്കുകയാണെന്ന് അർത്ഥം അല്ലേ. അപ്പോൾ ക്ലോസ് ആയിട്ടിരിക്കുമ്പം ഒബ്സർവറിൻ്റെ കണ്ണിൽ നിന്ന് പോകുന്ന റേസ് എല്ലാം ഇംഗ്ലൈൻഡ് ആയിട്ട് മാറും. ഒബ്സർവറിൻ്റെ കണ്ണിൽ നിന്ന് പോകുന്ന റേസ് എല്ലാം എന്ത് ചെയ്യും? ഇംഗ്ലൈൻഡ് ആയി. ഇപ്പോൾ നിങ്ങളൊരു ഒബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് വെക്കുക, എന്നിട്ട് അതിൻ്റെ 4 കോർണേഴ്സ് അല്ലെങ്കിൽ ഒരു ബുക്ക് നിങ്ങളുടെ അടുത്തോട്ട് വെച്ചിട്ട് 4 കോർണേഴ്സ് നോക്കുക. നിങ്ങളുടെ കണ്ണിൽ നിന്ന് പോകുന്ന റേസ് എല്ലാം ഇംഗ്ലൈൻഡ് ആയിരിക്കും 4 കോർണേഴ്സിൽ കൂടെ അല്ലേ. നമുക്ക് ആ 4 കോർണറും കാണുന്ന എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണിൽ നിന്ന് ഇംഗ്ലൈൻഡ് നമ്മുടെ നേരെ മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കിയാൽ മതി. കാരണം നമ്മൾ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്, നമ്മൾ ഒത്തിരി അടുത്താണ്, ഒബ്ജക്റ്റുമായിട്ട് ഒത്തിരി അടുത്താണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞത് നമ്മുടെ പാരലൽ പ്രൊജക്ഷനകത്തുള്ള പക്ഷേ പ്രത്യേകത എന്തായിരുന്നു? ഈ ആംഗിൾ ഇല്ലായിരുന്നു അല്ലേ. ലൈൻസ് ഓഫ് സൈറ്റ് തമ്മിൽ ആംഗിൾ അല്ലായിരുന്നു, എല്ലാ ലൈനും എന്തായിരുന്നു? പാരലലായിരുന്നു. ഇവിടെ പക്ഷേ ലൈൻ ഓഫ് സൈറ്റ് എന്താ? ഇംഗ്ലൈൻഡ് ആണ്. നമ്മുടെ പാരലൽ പ്രൊജക്ഷനകത്ത് എന്തായിരുന്നു? ലൈൻ ഓഫ് സൈറ്റ് എല്ലാം പാരലലായിരുന്നു. ഇവിടെ ലൈൻ ഓഫ് സൈറ്റ് എല്ലാം ഇംഗ്ലൈൻഡാണ് അല്ലേ. അപ്പോൾ എന്താണ് ഇംഗ്ലൈൻഡ് ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒബ്സർവറിൻ്റെ പൊസിഷനാണ്, ഒബ്ജക്റ്റുമായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇംഗ്ലൈൻഡ് ആയത്. ഒബ്സർവറിനെ നമുക്ക് ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ കൊണ്ടുവെക്കുക. ഒബ്സർവറിനെ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എവിടെ നിന്നാണ് ലൈൻ ഓഫ് സൈറ്റ് ഉത്ഭവിക്കുന്നതെന്ന് അല്ലേ. ഒബ്സർവർ എവിടെയോ ഇരുന്ന് ദൂരെ നോക്കുക. നമുക്കതുകൊണ്ട് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എവിടെ നിന്നാണ് ഈ ലൈൻ ഓഫ് സൈറ്റ് ഉത്ഭവിച്ച് വരുന്നതെന്ന് അല്ലേ. അതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും ലൈൻ ഓഫ് സൈറ്റ്സ് എല്ലാം പാരലൽ ടു ഈച്ച് അതർ ആണെന്ന് നമ്മളങ്ങ് കൺസിഡർ ചെയ്യും. നമുക്ക് എക്സാക്റ്റ് വാല്യൂ ഇല്ല ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള അകലം, അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഫൈനൈറ്റ് വരുമ്പോൾ നമുക്കെന്ത് വരുന്നില്ല? അതിൻ്റെ സോഴ്സ് എവിടെ, ഒബ്സർവറിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങ് ദൂരെ എവിടെയോ നിന്ന് നോക്കുന്നു ഒബ്ജക്റ്റിലേക്ക്. അതുകൊണ്ട് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? ലൈൻ ഓഫ് സൈറ്റ്സ് എല്ലാം പാരലൽ ടു ഈച്ച് അതർ ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് തന്നെയാണ് കേസ്. നമ്മുടെ ഒബ്സർവർ അങ്ങ് ഇൻഫൈനൈറ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്, ഒബ്ജക്റ്റീവായിട്ട് ഒത്തിരി അകന്ന് എവിടെയോ നിൽക്കുക, നമുക്ക് ഒരു എക്സാക്റ്റ് ലെങ്ത് വാല്യൂ ഇല്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും ലൈൻ ഓഫ് സൈറ്റ്സ് എല്ലാം എന്തായിരിക്കും? പാരലൽ ടു
ഈച്ച് അതർ ആയിരിക്കും. ഇനി ഈ ലൈൻ ഓഫ് സൈറ്റ് ഇത് വെച്ചിട്ട് ഇതിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് അതിൻ്റെ പ്രൊജക്ഷൻ പ്ലെയിനിൽ വരും അല്ലേ, ഒരു ഇമേജ് പ്രൊജക്ഷൻ പ്ലെയിനിൽ വരും. ഇപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് എ ബി എന്ന് പറഞ്ഞ ലൈനായിരുന്നു അല്ലേ, ഒബ്ജക്റ്റ് എ ബി എന്ന് പറഞ്ഞ ലൈനാണ്. എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ പ്രൊജക്ഷൻ പ്ലെയിനിലോട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ആ എ ബി എന്ന് പറഞ്ഞ ലൈനെ നമ്മൾ എന്ത് വിളിക്കും, എ ഡാഷ് ബി ഡാഷ് എന്ന് വിളിക്കും. ഇതൊരു പർട്ടിക്കുലർ വ്യൂ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ 2 കാര്യങ്ങൾ കൺസിഡർ ചെയ്യും നമ്മൾ പാരലൽ പ്രൊജക്ഷനകത്ത്. എന്താണ്, ലൈൻ ഓഫ് സൈറ്റ്സ് ആർ പാരലൽ, അതുപോലെ തന്നെ ഒബ്സർവറിൻ്റെ പൊസിഷൻ. ഒബ്സർവർ ഈസ് അസ്യൂം ടു ബി അറ്റ് ആൻ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഒബ്സർവർ ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് വരാൻ പറ്റുന്നത്, ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ആണെന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി പാരലൽ പ്രൊജക്ഷനകത്തുള്ള ആദ്യത്തെ ടൈപ്പായിരുന്നു നമ്മൾ പറയാൻ പോകുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്താണ്, ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാണ്. അപ്പോൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ പറയാം, നമുക്കറിയാം പാരലലിൻ്റെ അണ്ടർ വരുന്നതാണ് ഓർത്തോഗ്രാഫിക് അല്ലേ. പാരലലിൻ്റെ അണ്ടർ 2 വരുന്നുണ്ട്, ഏതൊക്കെയാണ്, ഓർത്തോഗ്രാഫിക്കും ഒബ്ലിക്കും അല്ലേ. അപ്പോൾ ഓർത്തോഗ്രാഫിക് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഓർത്തോഗ്രാഫിക്കിന് അപ്പോൾ പാരലൽ പ്രൊജക്ഷൻ്റെ ആയുള്ള ഗുണം കാണുമല്ലോ, കാരണം പാരലൽ പ്രൊജക്ഷൻ അണ്ടർ വരുന്നതായതുകൊണ്ട് പാരലൽ പ്രൊജക്ഷൻ്റെ ആയിട്ടുള്ള ഗുണങ്ങൾ ആർക്ക് കാണും, ഓർത്തോഗ്രാഫിക്കിന് കാണും. ഓക്കെ, അപ്പോൾ പാരലൽ പ്രൊജക്ഷൻ്റെ ആയിട്ടുള്ള എന്തൊക്കെ ഗുണമുള്ളത് നമ്മളിപ്പം പറഞ്ഞു നിർത്തിയുള്ളൂ. 2 ഗുണങ്ങൾ ഏതൊക്കെയായിരുന്നു, ഒന്ന് ഒബ്സർവറിൻ്റെ പൊസിഷൻ. ഒബ്സർവർ എവിടെയാണ്, ഒബ്സർവർ ഇൻഫൈനൈറ്റ് പൊസിഷനിലാണ് അല്ലേ. രണ്ടാമത്തെ ഗുണം ഏതാ, ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ആയിരിക്കും അല്ലേ, ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ആയിരിക്കും. അപ്പോൾ ഈ 2 ഗുണങ്ങൾ എന്തിനു കാണും, ഈ നമ്മുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷന് കാണും. അതായത് അത് പാരലൽ പ്രൊജക്ഷനാണ്. പാരലൽ പ്രൊജക്ഷൻ്റെ ഈ 2 ഗുണങ്ങൾ ഓർത്തോഗ്രാഫിക്കിന് കാണും. ഇത് കൂടാതെ ഇനി എന്തൊക്കെ വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് കൂടാതെ ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റ് തന്നെയാണ് പറയുന്നത്. ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊജക്ഷൻ പ്ലെയിൻ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ, നമുക്കിവിടെ ഒരു ഡ്രോയിങ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ. ഓക്കെ, നമ്മളൊരു സൈഡിൽ നിന്ന് നോക്കുക, ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ നോക്കുക. നമ്മൾ ഇവിടെ നിൽക്കുകയാണ്, ഒബ്സർവർ ഇവിടെ നിൽക്കുകയാണ്, ഒബ്ജക്റ്റ് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഒബ്സർവറിൽ നിന്ന് വരുന്ന ലൈൻസ് പാരലലാണ് അല്ലേ, കാരണം പാരലൽ പ്രൊജക്ഷനാണ് ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇനി ഇത് കൂടാതെ നോക്കി, ഈ ലൈൻ ഓഫ് സൈറ്റ്സ് ഈ പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട്, ഇതാണ് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ, ഇങ്ങനെ ഇരിക്കുന്ന പ്രൊജക്ഷൻ പ്ലെയിനാണ്. ഈ ലൈൻ ഓഫ് സൈറ്റുമായിട്ട് വരുമ്പോൾ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതായത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ലൈൻ ഓഫ് സൈറ്റ് എന്തുമായിട്ട്, പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ വരുന്ന ലൈൻസ് എങ്ങനെ ഇരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്തുമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും, പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓർത്തോഗ്രാഫിക് എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ നമുക്കറിയാം. ഓർത്തോ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് 90 ഡിഗ്രി എപ്പോഴും ഉദ്ദേശിക്കുന്നത് അല്ലേ, 90 ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈൻ ഓഫ് സൈറ്റ് ആണ് ഇവിടെ 90 ഡിഗ്രി. ആരുമായിട്ട്, പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട്, നമ്മുടെ ഡ്രോയിങ് ഷീറ്റുമായിട്ട്. ഇപ്പോൾ നമുക്കറിയാം പ്രൊജക്ഷൻ പ്ലെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രോയിങ് ഷീറ്റ്. നമ്മൾ നോക്കുമ്പം നമ്മുടെ ഡ്രോയിങ് ഷീറ്റുമായിട്ട് എന്തായിരിക്കും, 90 ഡിഗ്രി എന്നുള്ള രീതിയിലായിരിക്കും കാണുന്നത്. ഓക്കെ, നമ്മുടെ കണ്ണിൽ നിന്ന് ഉത്ഭവിക്കുന്ന ലൈൻ ഓഫ് സൈറ്റ് പ്രൊജക്ഷൻ പ്ലെയിനെ വന്ന് തട്ടുന്നത് 90 ഡിഗ്രിയിലായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് ദ ഇമേജ് ഗെറ്റിംഗ് ഓൺ ദ പ്രൊജക്ഷൻ പ്ലെയിൻ വിൽ ബി ട്രൂ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, ഷേപ്പ് ഓഫ് ദ ഇമേജ് ഗെറ്റിംഗ് ഓൺ ദ പ്രൊജക്ഷൻ പ്ലെയിൻ വിൽ ബി ട്രൂ ഷേപ്പ്. എന്താ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ 90 ഡിഗ്രി നോക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിന് നമ്മൾ നോക്കുന്നത് ABCD എന്ന് പറഞ്ഞാൽ ഫേസാണ്. ABCD എന്ന് പറഞ്ഞാൽ ആ ഫേസാണ്, പച്ച കളറിൽ കാണുന്ന ഫേസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മൾ 90 ഡിഗ്രി നോക്കുക. ഓക്കെ, നമ്മൾ 90 ഡിഗ്രി നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതേ ഷേപ്പ് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിനിലും കിട്ടും. ABCD എന്ന് പറഞ്ഞ ഷേപ്പ് തന്നെ നമുക്ക് അതേ ഷേപ്പിൽ തന്നെ കിട്ടും. അതൊരു സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയർ ഷേപ്പ് തന്നെ ആയിരിക്കും നമുക്ക് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിൻ അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലും കിട്ടും. കാരണം നമ്മൾ 90 ഡിഗ്രിയാണ് നോക്കുന്നത്. 90 ഡിഗ്രി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ട്രൂ ഷേപ്പ് തന്നെ കിട്ടും. പക്ഷേ ട്രൂ സൈസ് കിട്ടുമോ, എന്താണ് ട്രൂ ഷേപ്പും ട്രൂ സൈസും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പം ഈ ഡ്രോയിങ്ങിനകത്ത് തന്നെ നമ്മൾ പറയുക. ഓക്കെ, ABCD അല്ലേ, അതിലെ AB 1 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ BC 1 സെൻറ്റിമീറ്റർ. നമുക്കറിയാം ക്യൂബിനെ സ്പെസിഫൈ ഈ 2 വാല്യൂ മതി, AB അല്ലെങ്കിൽ BC. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ്. ക്യൂബിൻ്റെ 2 എഡ്ജസ് കിട്ടി, 2 ലെങ്ത് കിട്ടി. ഒന്ന് AB എന്ന് പറഞ്ഞ ലെങ്ത്, ആ BC എന്ന് പറഞ്ഞ ലെങ്തും 1 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ABയെ 1 സെൻറ്റിമീറ്റർ വരച്ചു, BCയും 1 സെൻറ്റിമീറ്റർ വരച്ചു അല്ലേ. ട്രൂ സൈസ് തന്നെ കിട്ടി അല്ലേ. നമ്മുടെ പ്രൊജക്ഷൻ AB 1ഉം
അതുപോലെ ബി സി 1 ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിലും എ ബിയും ബി സിയും നമുക്ക് അതേപോലെ തന്നെ എളുപ്പം വരയ്ക്കാൻ പറ്റും. 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്നുള്ള രീതി വരയ്ക്കാൻ പറ്റും. പക്ഷേ എ ബിയും ബി സിയുടെ ലെങ്ത് ഇപ്പം നമ്മളൊരു 1 മീറ്ററായിട്ട് കൺസിഡർ ചെയ്യുക. എ ബി 1 മീറ്റർ, ബി സി 1 മീറ്റർ. ഇപ്പം വലിയൊരു സാധനമായി അല്ലേ. നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ഒതുങ്ങത്തില്ല, 1 മീറ്റർ ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്കെയിൽഡ് സൈസ് വരയ്ക്കും അല്ലേ. 1 മീറ്ററിന് നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് 1 സെൻറ്റിമീറ്ററിലോട്ട് വല്ലതും മാറ്റും അല്ലേ. നമ്മളൊരു സ്കെയിൽഡ് സൈസിലോട്ട് മാറ്റും. അപ്പോൾ നമുക്കെന്ത് അവിടെ കിട്ടുന്ന ട്രൂ സൈസാണോ? അല്ല, നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ട്രൂ സൈസ് അല്ല. 1 മീറ്റർ നമുക്ക് എക്സാക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റിയില്ല. അതിൻ്റെ പക്ഷേ സ്കെയിൽഡ് സൈസ് വരയ്ക്കാൻ പറ്റി. ഇതപ്പോൾ സ്കെയിൽഡ് സൈസായിട്ട് മാറും അല്ലേ. ഈ ഇമേജ് സ്കെയിൽഡ് സൈസായിട്ട് മാറും. അപ്പോൾ സ്കെയിൽഡ് സൈസ് വരയ്ക്കാൻ പറ്റി, പക്ഷേ എന്ത് വരയ്ക്കാൻ പറ്റുന്നില്ല, നമുക്ക് അതിൻ്റെ ഒറിജിനൽ സൈസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ട്രൂ സൈസ് വേണമെങ്കിൽ കിട്ടാം. അത് ഡ്രോയിങ് പേപ്പറിനകത്ത് അല്ല ഡ്രോയിങ് ഷീറ്റിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കിട്ടും. ചിലപ്പം കിട്ടിയെന്നും വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് ട്രൂ ഷേപ്പ് ഉറപ്പായിട്ടും കിട്ടും. സ്ക്വയർ ആണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. പക്ഷേ ട്രൂ സൈസ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പം കിട്ടിയേക്കാം, ചിലപ്പം കിട്ടാതെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ എന്താണെന്ന് മനസ്സിലായി. ഓർത്തോഗ്രാഫി പ്രൊജക്ഷൻ അത് 4 പോയിൻ്റാണ് വരുന്നത്. പാരലൽ പ്രൊജക്ഷൻ്റെ 2 പോയിൻറ്റ്. പാരലൽ പ്രൊജക്ഷൻ്റെ ഏതൊക്കെയാണ് 2 പോയിൻറ്റ്? പാരലൽ പ്രൊജക്ഷൻ്റെ 2 പോയിൻ്റ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് പാരലൽ ആയിരിക്കും, അതുപോലെ തന്നെ ഒബ്സർവർ ഇൻഫൈനൈറ്റും ആയിരിക്കും. ഇത് കൂടാതെ മൂന്നാമത്തെ ഓർത്തോഗ്രാഫിക്കിൻ്റെ മാത്രമായിട്ടുള്ള പോയിൻ്റ് എന്താണ്? ലൈൻ ഓഫ് സൈറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്തിനുമായിട്ട്? പ്രൊജക്ഷൻ പ്ലെയിനുമായിട്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിൻ്റെ ട്രൂ ഷേപ്പ് നമുക്ക് നമ്മുടെ പ്രൊജക്ഷൻ പ്ലെയിനിൽ അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഓർത്തോഗ്രാഫി പ്രൊജക്ഷനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ഏതായിരുന്നു മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് അല്ലേ. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് എന്താണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ? നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. പല കാര്യങ്ങളുണ്ട്. ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ അല്ലേ, അതുപോലെ ഫ്രണ്ട് വ്യൂ അല്ലേ. സൈഡ് വ്യൂവിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ടൊക്കെ പറയാറുണ്ട്. ലെഫ്റ്റ് സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ അല്ലേ. പിന്നെ ഫ്രണ്ട് വ്യൂവിനെ നമുക്ക് വരയ്ക്കാറുണ്ട് ബാക്ക് വ്യൂ അല്ലേ. ടോപ്പ് വ്യൂവിനെ എന്ത് വരയ്ക്കാറുണ്ട്? ബോട്ടം വ്യൂ അല്ലേ. അങ്ങനെ നമുക്ക് 5-6 വ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും അല്ലേ. അപ്പോൾ അതിനെ പറഞ്ഞവരാണ് മൾട്ടി വ്യൂ പ്രൊജക്ഷൻ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്യൂബുണ്ട്, 3D ഒബ്ജക്റ്റാണ്. ഫോർ എക്സാമ്പിൾ ഒരു ക്യൂബാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യൂബ്. ഈ ക്യൂബിൻ്റെ നമുക്ക് എത്ര വ്യൂസ് വരയ്ക്കാൻ പറ്റും? 6 വ്യൂസ് വരയ്ക്കാൻ പറ്റും അല്ലേ. ഒന്ന് ഫ്രണ്ടിൽ കൂടെ നോക്കി, അപ്പോൾ നമുക്ക് അവിടെ ഫ്രണ്ട് വ്യൂ കിട്ടും. 2 ടോപ്പിൽ കൂടെ നോക്കി, നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. 3 ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കി, നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടും അല്ലേ. 4 റൈറ്റ് സൈഡിൽ കൂടെ നോക്കി, നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ കിട്ടും. പിന്നെ ടോപ്പ് വ്യൂവിൻ്റെ നേരെ താഴെ കൂടെ നോക്കുക, നമുക്ക് കിട്ടുന്നതാ ബോട്ടം വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നോക്കുക, നമുക്ക് എന്ത് കിട്ടും? ബാക്ക് വ്യൂവും കിട്ടും. അങ്ങനെ 6 വ്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 3D ഒബ്ജക്റ്റിൻ്റെ ജനറേറ്റ് ചെയ്യാൻ പറ്റി അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 3D ഒബ്ജക്റ്റിൻ്റെ 2D ഇമേജ് ഉണ്ടാക്കുക. 3D ഒബ്ജക്റ്റിനെ 3D ആയിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ 2Dയിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമ്മളിപ്പം ക്യൂബാണ് വരച്ചത്. ക്യൂബിൻ്റെ വ്യൂ കിട്ടുമ്പോൾ അതെന്തായിരിക്കും? സ്ക്വയർ മാത്രമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ പ്ലെയിനിലാണ് വ്യൂ കിട്ടുന്നത് അതാണ് നോക്കുന്നത്. നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയറിയാം. അതായത് നമുക്ക് 2 പ്ലെയിൻ ഉണ്ടാവും മെയിനായിട്ട്. 2 അല്ല, 2 വരും. അത് അടുത്ത് പറയാം. 2 പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും. ഓക്കെ, ഒന്ന് വെർട്ടിക്കൽ പ്ലെയിനും ആയിരിക്കും, ഒന്ന് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരിക്കും. അതിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്കൊരു വ്യൂ കിട്ടും. വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ ആയിരിക്കും കിട്ടുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നത് എന്തായിരിക്കും? ടോപ്പ് വ്യൂവും ആയിരിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയറിയാം ഈ 2 പ്ലെയിനും എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. 2 പ്ലെയിൻ ഇരിക്കുന്നത് 90 ഡിഗ്രീസിലാണ് അല്ലേ. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും 90 ഡിഗ്രീസ് ടു ഈച്ച് അതറായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു പ്ലെയിനും കൂടെ വരുന്നുണ്ട്. പ്രൊഫൈൽ പ്ലെയിൻ അല്ലെ PP എന്ന് പറയും. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ ഇവിടെ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഇത് കൂടാതെ ഒരു വ്യൂ കൂടെ വരുന്നുണ്ട്, ഒരു പ്ലെയിനും കൂടെ വരുന്നുണ്ട്. അതേതാണ്? പ്രൊഫൈൽ പ്ലെയിൻ. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും കൂടാതെ വരുന്ന പ്ലെയിൻ ഏതാണ്? പ്രൊഫൈൽ പ്ലെയിൻ. ഓക്കെ, അത് നമ്മുടെ സൈഡ് വ്യൂ ആണ് അവിടെ കിട്ടുന്നത്. സൈഡ് വ്യൂ ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇവിടെയും 3 പ്ലെയിൻ വന്നു. ഇതിന് മുമ്പ് നമ്മൾ 2 പ്ലെയിൻ പറഞ്ഞു, വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും. അത് 90 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന 3 പ്ലെയിനും ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്? 90 ഡിഗ്രീസിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും 90 ഡിഗ്രിയാണ്. പ്രൊഫൈൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും 90 ഡിഗ്രിയാണ്. അതുപോലെ വെർട്ടിക്കൽ പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനും 90 ഡിഗ്രിയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത? പ്ലെയിൻസ് എല്ലാം എങ്ങനെ ആയിരിക്കും? 90 ഡിഗ്രി ടു ഈച്ച് ആയിരിക്കും. മൾട്ടി വ്യൂ പ്രൊജക്ഷനകത്ത് പ്രത്യേകം എന്താണ്? 2 പ്ലെയിൻ ആണെങ്കിൽ ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിന്, വെർട്ടിക്കൽ പ്ലെയിന്, അല്ലെങ്കിൽ 3 പ്ലെയിൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിന്, വെർട്ടിക്കൽ പ്ലെയിന്, പ്രൊഫൈൽ പ്ലെയിന്. എങ്ങനെയായിരിക്കും ഓരോ പ്ലെയിൻസും ഇരിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് ആംഗിൾസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ ഗെറ്റിംഗ് പ്രൊജക്ഷൻസ് ദ റൈറ്റ് ആംഗിൾ പ്ലെയിൻസ് ആർ റൊട്ടേറ്റഡ് ടു ബിക്കം എ സിംഗിൾ പ്ലെയിൻ. അത് ഞാൻ അങ്ങോട്ട് മുമ്പ് പറയാം. ഇനി മൾട്ടി വ്യൂ പ്രൊജക്ഷനകത്ത് 2 ടൈപ്പ് സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കും. പ്ലെയിൻ്റെ 2 സിസ്റ്റംസ് ഉണ്ട്. ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 പ്ലെയിൻ സിസ്റ്റം, അല്ലെ അതിനെ പറയുന്ന പേര് ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്നാണ്. 2 പ്ലെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സിസ്റ്റത്തിൻ്റെ പേര് 3 കോർഡിനേറ്റ് പ്ലെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ഒക്ടൻ സിസ്റ്റം. ഓക്കെ, 2 പ്ലെയിൻ സിസ്റ്റം, ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന്, 2 പ്ലെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് ആദ്യം നമ്മൾ പറയും. അതൊരു ടൈപ്പ് പ്ലെയിൻ സിസ്റ്റമാണ്. രണ്ടാമത്തെ പ്ലെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് 3 കോർഡിനേറ്റ് പ്ലെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ഒക്ടൻ സിസ്റ്റം എന്നായിരിക്കും. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് 2 പ്ലെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ക്വാഡ്രൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലെയിൻസേ കാണത്തുള്ളൂ. ഏതൊക്കെയായിരിക്കും? വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും, അല്ലേ? വെർട്ടിക്കൽ പ്ലെയിനും പിന്നെ ഏതാ? ഹൊറിസോണ്ടൽ പ്ലെയിനും ആയിരിക്കും നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി ഇതിൽ കിട്ടുന്ന 2 വ്യൂസേ നമുക്ക് കിട്ടത്തുള്ളൂ. 2 പ്ലെയിൻ ഉള്ളതുകൊണ്ട് 2 വ്യൂസേ നമുക്ക് ഇതിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് വ്യൂ ആയിരിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും? ടോപ്പ് വ്യൂ ആയിരിക്കും. ഇനി വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട് വ്യൂവും ആയിരിക്കും. വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതായിരുന്നു? ഫ്രണ്ട് വ്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നത് എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ് കിട്ടുന്നത്? ടോപ്പ് വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ 2 പ്ലെയിൻ സിസ്റ്റത്തിനകത്ത് 2 പ്ലെയിനേ ഉള്ളൂ, വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും. വെർട്ടിക്കൽ പ്ലെയിൻ എന്തേ കിട്ടത്തുള്ളൂ? ഫ്രണ്ട് വ്യൂ. അതെപ്പോഴും അങ്ങനെ തന്നെ, അത് ഓർത്ത് വെച്ചോണം. വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് ഈക്വൽ ടു ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും. ടോപ്പ് വ്യൂ കിട്ടുന്നത് എവിടെ ആയിരിക്കും? നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. ഇനി ടോപ്പ് വ്യൂവിനെ നമുക്ക് വേറൊരു രീതിയിലും പറയാൻ പറ്റും. എന്താണ്? പ്ലാൻ എന്ന് പറയും. സിവിൽ എഞ്ചിനീയേഴ്സിന് കൂടുതൽ അറിയാവുന്നൊരു ടൈമാണ് പ്ലാൻ. നമ്മൾ പ്ലാൻ വരയ്ക്കാമെന്ന് പറയും. അപ്പോൾ പ്ലാൻ വരയ്ക്കുന്ന എപ്പോഴും എങ്ങനെ ആയിരിക്കും? നമ്മൾ ഈ ടോപ്പിൽ കൂടെ നോക്കും, അല്ലേ? മുകളിൽ കൂടെ നോക്കുമ്പോൾ കിട്ടുന്നതാണ്, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ പറയുന്നവർ പ്ലാൻ എന്നായിരിക്കും. അതുപോലെ തന്നെ വേറൊരു വേർഡും സിവിൽ എഞ്ചിനീയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എലിവേഷൻ, അല്ലേ? എലിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന വേറെ പേരെന്തായിരിക്കും? എലിവേഷൻ എന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ 2 പ്ലെയിൻ സിസ്റ്റത്തിലാണ് ഇതിനെ എന്തുകൊണ്ട് ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നു? ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നോക്കിയാൽ നമുക്കിവിടെ 2 പ്ലെയിനെ 90 ഡിഗ്രി ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് 4 ക്വാഡ്രൻസ് കിട്ടും. 1 ഈ ഒരു ഭാഗം, 2 ഇപ്പുറത്തെ സൈഡ്, 3ാമത്തെ ക്വാഡ്രൻറ്റ് ഇത്, 4ാമത്തെ ക്വാഡ്രൻറ്റ് ഇത്. അപ്പം നമുക്ക് 2 പ്ലെയിൻസിനെ 90 ഡിഗ്രി വെക്കുന്നതുകൊണ്ട് 4 ക്വാഡ്രൻസ് കിട്ടും. ഓക്കെ, 4 ക്വാഡ്രൻസ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത 4 ക്വാഡ്രൻസ് കിട്ടും. അതുകൊണ്ടാണ് ഇനി എന്ത് പറയുന്നത്? ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചു, ഒരു ക്യൂബ് തന്നെ വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ക്യൂബ് നമ്മൾ വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഒക്ടനിലാണ് ഇപ്പോൾ ക്യൂബ് ഇരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ ക്യൂബ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ക്യൂബിനെ എന്ത് ചെയ്തു? നമ്മൾ 2 രീതിയിൽ നോക്കുന്നു. ഒന്ന്, നമുക്ക് ടോപ്പിൽ കൂടെ നോക്കാം. ഇപ്പോൾ ടോപ്പിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്ത് കിട്ടും? ഒരു സ്ക്വയർ കിട്ടും, അല്ലേ? ഈ ഒരു സൈഡ് ടോപ്പിൽ കൂടെ നോക്കുമ്പോൾ ആ കിട്ടും, അല്ലേ? ഇവിടെ ഒരു സ്ക്വയർ കിട്ടും നമ്മുടെ. അതെന്താ? ടോപ്പ് വ്യൂ ആണ്, അല്ലേ? ടോപ്പ് വ്യൂ ആണ് കിട്ടുന്നത്. ഇനി ഇതേ ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്രണ്ടിൽ കൂടെ നോക്കും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്, അതായത് ഈ ഒരു സൈഡ്. ഈ സൈഡ് കിട്ടുമ്പോൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഇപ്പുറത്തേതുകൊണ്ട് ഈ ഒരു സൈഡിലെ സ്ക്വയറും കിട്ടും, അല്ലേ? ഈ ഒരു സൈഡിൽ സ്ക്വയറും കിട്ടും. ഇതാണ് നമ്മുടെ എന്ത്? ഫ്രണ്ട് വ്യൂ, അല്ലേ? ഫ്രണ്ട് വ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 വ്യൂ കിട്ടി, ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂ. ടോപ്പ് വ്യൂ കിട്ടിയത് ഹൊറിസോണ്ടൽ പ്ലെയിനിലും ഫ്രണ്ട് വ്യൂ കിട്ടിയത് വെർട്ടിക്കൽ പ്ലെയിനിലുമാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ ഇരുന്നതല്ല, നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് നോക്കിയാൽ നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്താ ഒരേപോലെ ആയിരിക്കത്തില്ല ഇരിക്കുന്നത്. ഇങ്ങനെയല്ല നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റ ഷീറ്റിനകത്ത് ഒറ്റ ഇതിനകത്തിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ? ക്ലോക്ക് വൈസ് രീതിയിൽ. ഇതുകൊണ്ട് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും. അതായത്
നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനെ, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ത് ചെയ്യും? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഒറ്റ ഇതിൽ കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനെ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കും. റൊട്ടേഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് എന്ത് ചെയ്യും? കോയിൻസൈഡ് ചെയ്യും. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒറ്റ 2 വരി പ്ലെയിനിലാവും. അപ്പോൾ തന്നെ ഇതുപോലെ ഇരിക്കും. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ 2 ഉണ്ട്. എന്തൊക്കെയുണ്ട്? ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനും ഉണ്ട്. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ക്ലോക്ക് വൈസ് രീതിയിൽ. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഫ്രണ്ട് വ്യൂ ഇവിടെ ആയിരുന്നു വന്നത് അല്ലേ, ടോപ്പ് വ്യൂ ഇവിടെയാണ് വന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ എന്ത് വരും? ഈ ഒരു പോയിൻ്റിൽ വരും. ടോപ്പ് വ്യൂ ഇവിടെ വരും, ഇവിടെയും വരും അല്ലേ. ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ഇത് ടോപ്പ് വ്യൂ ആണ്. കാരണം റൊട്ടേറ്റ് ചെയ്തപ്പം ഈ ടോപ്പ് വ്യൂ എന്ത് ചെയ്തു? ഇങ്ങ് താന്നു, ഇവിടോട്ട് വന്നു, മാറി അല്ലേ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് നോക്കാറുണ്ട്. അതായത് ഈ XY എന്ന് പറഞ്ഞ ലൈൻ, XY എന്ന് പറഞ്ഞ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് വ്യൂവും അല്ല ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ലൈനായിട്ട് അല്ലേ. ആ ലൈനെ നമ്മൾ പറയുന്നത് XY ലൈൻ എന്നാണ് പറയുന്നത്. XY ലൈൻ എന്നാണ് പറയുന്നത്. അതിനെ XY ലൈൻ എന്ന് മാത്രമല്ല പറയുന്നത്, റെഫറൻസ് ലൈൻ എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ റെഫറൻസ് ലൈൻ ഉണ്ട്, ഇതുകൊണ്ട് വരച്ചിട്ടുണ്ട്. ഇതിനെ നോർത്തിയപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് രീതിയിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തപ്പോഴും നമുക്ക് XY ലൈൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ റെഫറൻസ് ലൈൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ XY റെഫറൻസ് ലൈന് മുകളിൽ ഫ്രണ്ട് വ്യൂ ഇവിടെ വന്നു അല്ലേ. XY റെഫറൻസ് ലൈന് മുകളിലാണ് ഇവിടെ ഫ്രണ്ട് വ്യൂ വന്നത്. ടോപ്പ് വ്യൂ എവിടെയാണ് വന്നത്? XY റെഫറൻസ് ലൈന് താഴെയുമാണ് ടോപ്പ് വ്യൂ വന്നത്. ഓക്കെ, ഇതൊരു രീതിയാണ്. വേറെ നമ്മൾ ക്വാഡ്രൻ്റ് മാറ്റുന്നതനുസരിച്ച് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ XY ലൈനിന് മുകളിലും താഴെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. ഓക്കെ, അത് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 പ്ലെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ക്വാഡ്രൻറ്റ് സിസ്റ്റം എന്ന് പറയാൻ കാരണം 4 ക്വാഡ്രൻസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ പ്ലെയിൻ സിസ്റ്റം 3 കോർഡിനേറ്റ് പ്ലെയിൻ സിസ്റ്റം. 3 കോർഡിനേറ്റ്സ് പ്ലെയിൻ സിസ്റ്റത്തിനകത്ത് വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? 3 പ്ലെയിൻ വരും. ഒന്ന് ഫ്രണ്ട് വ്യൂവും അതുപോലെ ടോപ്പ് വ്യൂവും വരുന്ന വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഉണ്ട്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിൻസും ഉണ്ട്. അത് കൂടാതെ ഒരെണ്ണം കൂടെ വരും, PP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. പ്രൊഫൈൽ പ്ലെയിൻ. ഓക്കെ, പ്രൊഫൈൽ പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം 3 പ്ലെയിൻ വരുന്നു. ഹൊറിസോണ്ടൽ പ്ലെയിന്, വെർട്ടിക്കൽ പ്ലെയിന്, പ്രൊഫൈൽ പ്ലെയിന്. ഇതെല്ലാം എങ്ങനെ ആയിരിക്കും? 90 ഡിഗ്രീസ് ടു ഈച്ച് അതർ ആയിരിക്കും. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും 90 ഡിഗ്രീസിലാണ് ഇരിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ് വരുന്നത്? മാറ്റമില്ല, ടോപ്പ് വ്യൂ തന്നെയാണ്, അല്ലെങ്കിൽ പ്ലാനാണ് വരുന്നത് അല്ലേ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ. വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് തന്നെ വരും? ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ വരുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഓക്കെ, പ്രൊഫൈൽ പ്ലെയിനിൽ വരുന്നതാണ് സൈഡ് വ്യൂ. പ്രൊഫൈൽ പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടും? സൈഡ് വ്യൂ കിട്ടും. സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, റൈറ്റ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ. അതായത് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ എങ്ങനെ ഇരിക്കുന്നു നോക്കും. നമുക്ക് പ്രൊഫൈൽ പ്ലെയിനെ വേണമെങ്കിൽ ഇവിടെ നിന്നും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു PP ആണ്. അപ്പോൾ ഈ PP വരുന്നത് എന്തായിരിക്കും? ഒരു സൈഡ് വ്യൂ ആയിരിക്കും. ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെ റൈറ്റ്. ഇപ്പുറത്തെ PP വരുന്നത് ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെ റൈറ്റ്. അത് അങ്ങോട്ട് പോകുമ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഒരു വ്യൂ കിട്ടും. ഒരിടത്ത് ലെഫ്റ്റ് സൈഡ് വ്യൂ, ഒരിടത്ത് റൈറ്റ് സൈഡ് വ്യൂവും കിട്ടും. ഓക്കെ, അപ്പം 3 കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞത്. 3 കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് 3 പ്ലെയിൻ വരും. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, പ്രൊഫൈൽ. പ്രൊഫൈൽ പ്ലെയിൻ നമ്മൾ ഷോർട്ട് PP എന്ന് എഴുതും. പ്രൊഫൈൽ പ്ലെയിനിലാണ് എന്ത് വരുന്നത്? സൈഡ് വ്യൂസ് വരുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ ഇവിടെ വരും, വെർട്ടിക്കൽ പ്ലെയിനിൽ വരും. ടോപ്പ് വ്യൂ എന്ന് പറയുന്ന വേറെ പേരെന്താണ്? പ്ലാന്. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന വേറെ പേരെന്താണ്? എലിവേഷൻ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നോർക്കുമാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോർക്ക് നമ്മൾ എന്ത് ചെയ്യും? ഹൊറിസോണ്ടൽ പ്ലെയിനെ എങ്ങനെ നോർക്കും? ക്ലോക്ക് വൈസ് രീതിയിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിനകത്ത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുക ഹൊറിസോണ്ടൽ പ്ലെയിൻ. PP നമ്മൾ അതേപോലെ തന്നെ തുറക്കും. PP തുറക്കുന്നത് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും തുറക്കുന്നത്. ഓക്കെ, ഇവിടെ തുറക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാ ഇപ്പം ചെയ്തേക്കുന്നത്? ഇവിടെ ചെയ്തേക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രിയിലാണ് ഇപ്പോൾ തുറന്നേക്കുന്നത് അല്ലേ. പ്രൊഫൈൽ പ്ലെയിൻ എങ്ങനെയാണ് ഇപ്പോൾ തുറന്നേക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് 90 അല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് 90 ഡിഗ്രി തുറന്നപ്പോഴാണ് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ഇവിടെ വന്ന് കോയിൻസൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് എങ്ങനെ കോയിൻസൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ ഇവിടെ ആയിരുന്നു വരുന്നതെങ്കിലോ?
ഇതുകൊണ്ട് ഈ ഒരു പ്രൊഫൈൽ പ്ലെയിൻ ആയിരുന്നെങ്കിലോ, ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിനും വരാമല്ലോ, നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എങ്ങനെ തുറക്കുന്നത്? ഇവിടെ തുറക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് തുറക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോക്ക് വൈസ് അല്ലേ. അപ്പം ഒരു പ്രൊഫൈൽ പ്ലെയിനെ ക്ലോക്ക് വൈസ് രീതിയിലും ഒരു പ്രൊഫൈൽ പ്ലെയിനെ എങ്ങനെ ആയിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലും തുറന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കോയിൻസൈഡ് ചെയ്യിപ്പിക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് കോയിൻസൈഡ് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം നമുക്ക് 2 പ്ലെയിൻ സിസ്റ്റം ഉണ്ട്, 2 പ്ലെയിൻ സിസ്റ്റം, അതുപോലെ തന്നെ 3 കോർഡിനേറ്റ് പ്ലെയിൻ സിസ്റ്റം. 2 പ്ലെയിൻ സിസ്റ്റത്തിന് നമ്മൾ ഒക്ടൻ്റ് എന്ന് പറയും, ഒക്ടൻ സിസ്റ്റം എന്ന് പറയും. 3 കോർഡിനേറ്റ് പ്ലെയിൻ സിസ്റ്റം നമ്മൾ എന്ത് പറയും? ഒക്ടൻ്റ് എന്നാണ് പറയുന്നത് അല്ലേ, ഒക്ടൻ്റ് എന്നാണ് പറയുന്നത്. 2 പ്ലെയിൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ എന്താണ് പറയുന്നത്? 2 പ്ലെയിൻ കോർഡിനേറ്റ് സിസ്റ്റം ക്വാഡ്രന്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് ഒക്ടൻ സിസ്റ്റം എന്നിപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു. ക്വാഡ്രന്റ് സിസ്റ്റം എന്നാണ് എന്തിനെ പറയുന്നത്? 2 പ്ലെയിൻ സിസ്റ്റത്തിനെ. അതുപോലെ 3 കോർഡിനേറ്റ് പ്ലെയിൻ സിസ്റ്റം നമ്മൾ എന്ത് പറയും? ഒക്ടൻ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, എന്തുകൊണ്ട് ഇനി ഒക്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്? നോക്കിയറിയാം, ഇതിനകത്ത് 8 ഒക്ടൻസ് ഉണ്ട് അല്ലേ. ഇതൊന്ന്, ഇവിടെ 2, ഇവിടെ 3, പിന്നെ ഇപ്പുറത്ത് 4, ഇത് കൂടാതെ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് അല്ലേ, 5, 6, അതിൻ്റെ അപ്പുറത്ത് 7, ഇത് 8ാമത്തെ അല്ലേ. അങ്ങനെ 8 എന്ത് വരുന്നുണ്ട്? ഒക്ടൻസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനി എന്ത് പറയുന്നത്? ഒക്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കൂടാതെ നമ്മൾ ഇതിൻ്റെ റെഫറൻസ് ലൈൻ നോക്കുക. അപ്പോൾ ഇതിന് നമുക്ക് 2 റെഫറൻസ് ലൈൻ വരുന്നുണ്ട് അല്ലേ. മറ്റേതിനകത്ത് ഒരെണ്ണേ ഒന്നുള്ളായിരുന്നു, അത് വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഇതിൻ്റെ റെഫറൻസ് ലൈൻ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻ ഒന്നേ ഉള്ളായിരുന്നു, XY ലൈൻ ആയിരുന്നു അല്ലേ. XY ലൈൻ നമ്മൾ പറയുന്ന ഒരു റെഫറൻസ് ലൈൻ എന്നാണ്. പക്ഷേ ഇവിടെ 2 എണ്ണം വരുന്നുണ്ട്, ഒരു XY ഉണ്ട്. അതുകൂടാതെ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും പ്രൊഫൈൽ പ്ലെയിനും തമ്മിലുള്ള ഒരു ഇൻ്റർസെക്ഷൻ്റെ ഒരു ഇത് വരുന്നുണ്ട് അല്ലേ. അതിനെന്താണ് പറയുന്നത്? X1 Y1 എന്നാണ് പറയുന്നത്. അതും ഒരു റെഫറൻസ് ലൈനാണ്. അപ്പോൾ 2 റെഫറൻസ് ലൈൻ വരുന്നുണ്ട്. കോർഡിനേറ്റ് സിസ്റ്റം അകത്ത് ഒന്നേ ഒന്നുള്ളായിരുന്നു, XY റെഫറൻസ് സിസ്റ്റം. ഇവിടെ ഇത് വരുന്നുണ്ട്, X1 Y1 എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്. വേണേൽ ഒരെണ്ണം കൂടെയും വരയ്ക്കാം, കാരണം നമുക്ക് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, ഇവിടെയും വരും. കാരണം ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ വരുവാണെങ്കിൽ, ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണം കൂടെ വരും, X2 Y2 എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു റെഫറൻസ് ലൈൻ കൂടെ വരും. അപ്പം 3 റെഫറൻസ് ലൈൻ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. മൾട്ടി വ്യൂ പ്രൊജക്ഷനകത്തെ ഫസ്റ്റ് നമ്മളിപ്പം പറയുന്നത് പാരലൽ പ്രൊജക്ഷൻ ആയിരുന്നു. പാരലൽ പ്രൊജക്ഷനകത്ത് ഓർത്തോഗ്രാഫിക് ആയിരുന്നു. ഓർത്തോഗ്രാഫിക്കിനകത്ത് വരുന്നതാണ് മൾട്ടി വ്യൂ. മൾട്ടി വ്യൂവിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ആംഗിളും തേർഡ് ആംഗിളും. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്ട് ഇത് നോക്കി അറിയാം, നമ്മുടെ ഒബ്ജക്റ്റിനെ എവിടെ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, ഒബ്ജക്റ്റിനെ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ, അതായത് ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊജക്ഷനെയാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അതായത് നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെ ആയിരിക്കും? ഒബ്ജക്റ്റ് ഈസ് ദ പ്രൊജക്ഷൻസ് ഒബ്റ്റൈൻഡ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വെച്ചിട്ട്, അതായത് നോക്കിയറിയാം, ഇതാണ് വെർട്ടിക്കൽ പ്ലെയിന്, ഇതാണ് ഹൊറിസോണ്ടൽ പ്ലെയിന്. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നോ അല്ലെ ഫസ്റ്റ് ഒക്ടൻ്റ് എന്നോ പറയാം. ഓക്കെ, PP കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഒക്ടൻ്റാണ്, ഫസ്റ്റ് ഒക്ടൻ്റാണ്. ഓക്കെ, PP കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത് ഫസ്റ്റ് ഒക്ടൻ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഡ്രോയിങ് നോക്കിയറിയാം, ഇപ്പം PP കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഒക്ടൻ്റാണ്, ഇവിടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫസ്റ്റ് ഒക്ടൻ്റിലായിരിക്കും. 2 എണ്ണം കൺസിഡർ ചെയ്യുന്നു, ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഫസ്റ്റ് ഒക്ടൻ്റല്ലേ, ക്വാഡ്രൻ്റ് ഇരിക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടുന്ന പ്രൊജക്ഷനാണ് എന്ത് പറയുന്നത്? ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോക്കി അറിയാം, നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നവിടെയാണ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടെ നോക്കി ഈ കിട്ടുന്ന വ്യൂ എവിടെ കിട്ടുന്നത്? ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് കിട്ടുന്നത് അല്ലേ. ഈ ഒരു പ്ലെയിനിലാണ് നമുക്ക് ആ കിട്ടുന്ന വ്യൂ കിട്ടുന്നത്. ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്ന വ്യൂ എന്തായിരിക്കും? ടോപ്പ് വ്യൂ അല്ലേ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ മുകളിൽ കൂടെ നോക്കി, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിന് മുകളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഈ ഒരു സർഫസ് കാണാൻ പറ്റും, ഈ ഒരു സർഫസ് കാണാൻ പറ്റും, അതുപോലെ ഈ ഒരു സർഫസും കാണാൻ പറ്റും. അത് നമ്മളിവിടെ വരച്ചു. അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഇനി ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ നോക്കി. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ നോക്കുക, ഇതാണ് ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഇത് കാണാൻ പറ്റും അല്ലേ.
ഈ ഒരു പാർട്ട് കാണാൻ പറ്റും, അതുപോലെ ഈ ഒരു സൈഡും കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് ഇവിടെ വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. ഫ്രണ്ട് സൈഡിൽ കൂടെ നോക്കിയപ്പം വെർട്ടിക്കൽ പ്ലെയിനെ നമുക്ക് എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി അടുത്തത് ഒബ്ജക്റ്റിൻ്റെ സൈഡിൽ കൂടെ നോക്കി. ഒബ്ജക്റ്റിൻ്റെ സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെ. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഞാൻ എങ്ങനെയാണോ ഇപ്പം റീഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണോ കാണാൻ പറ്റുന്നത്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് അല്ലേ, ഇതാണ് ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ ലൈൻ വരച്ചാൽ ഇതാണ് ലെഫ്റ്റ് സൈഡ്, ഇതാണ് റൈറ്റ് സൈഡ് നിങ്ങൾക്ക് അല്ലേ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കി. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ നോക്കി, ഈ സൈഡിൽ കൂടെ നോക്കി. ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഇതുണ്ട്, ഈ ഒരു ഇത്രയും പാർട്ട് കാണാൻ പറ്റും അല്ലേ. അതുപോലെ ഇതുണ്ട്, ഇവിടുത്തെ ഇത്രയും ഭാഗം കൂടെ കാണാൻ പറ്റും. അത് നമ്മളിവിടെ വരച്ചു. അപ്പോൾ ഇതെവിടെ വന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ, അത് നമ്മുടെ സൈഡ് PPA കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ അവിടെ കിട്ടി, PPA കിട്ടി. ഓക്കെ, ഇനി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എന്താ ഇവിടെ സംഭവിച്ചതെന്ന് നോക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കി. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കിയപ്പോൾ നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ അവിടെ കിട്ടി. നമ്മുടെ ഈ PPL ആണ് കിട്ടിയത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വേണമെങ്കിൽ നോക്കാം അല്ലേ. റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പ്ലെയിൻ വരുമോ, ഇവിടെ ഒരു PP വരുന്നു, ഇതാണ് ആ PP. ഈ PP കൂടെ ഈ സൈഡിൽ കൂടെ നോക്കി, ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ. നമ്മുടെ ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാ. റൈറ്റ് സൈഡിൽ കൂടെ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടുത്തെ ഈ ഒരു ഇവിടെ വരുന്ന ഈ ഒരു ഷേപ്പ്, ഇവിടെ വരുന്ന സ്ക്വയർ പോലുള്ള ഷേപ്പ് നമുക്ക് ഇവിടുത്തെ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ആ കിട്ടി എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് അല്ലേ. റൈറ്റ് സൈഡിൽ കൂടെ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ നമുക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? തുറക്കുക അല്ലേ. അപ്പോൾ ആദ്യം തുറക്കുന്നത് എന്താ? വെർട്ടിക്കൽ പ്ലെയിനിനെ ബേസ് ചെയ്താണ്. വെർട്ടിക്കൽ പ്ലെയിനെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിനെ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് രീതിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ത് ചെയ്തു? ക്ലോക്ക് വൈസ് രീതി റൊട്ടേറ്റ് ചെയ്തു. ക്ലോക്ക് വൈസ് രീതി റൊട്ടേറ്റ് ചെയ്തപ്പോൾ 90 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഇത് വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് കോയിൻസൈഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കാര്യം കിട്ടുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എവിടെ വന്നു? ഇതാണ് നമ്മുടെ XY ലൈൻ. ഇവിടെ ഒരു XY ലൈൻ ഉണ്ട്. XY ലൈനും മുകളിലായിട്ട് ഇവിടെ XY ലൈൻ വാങ്ങിച്ചു. ആ XY ലൈനും മുകളിലായിട്ട് ഫ്രണ്ട് വ്യൂ വന്നു. ഇനി നമ്മുടെ ടോപ്പ് വ്യൂ 90 ഡിഗ്രി ആയിട്ട് തുറന്നപ്പം ടോപ്പ് വ്യൂ എന്ത് ചെയ്തു? XY ലൈന് താഴെ പോയി. അപ്പോൾ ടോപ്പ് വ്യൂ നമ്മൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ആദ്യത്തെ ഡ്രോയിങ് ഷീറ്റിനകത്ത് വരച്ചു. ഒന്ന് XY ലൈനിന് അല്ലെങ്കിൽ റെഫറൻസ് ലൈനിന് മുകളിൽ വരും. അതാണ് ഇവിടെ ഈ കേസിൽ എന്ത് വരും? ഫ്രണ്ട് വ്യൂ ആണ് മുകളിൽ വരുന്നത്. XY ലൈനിന് താഴെയായിട്ട് എന്ത് വരും? ടോപ്പ് വ്യൂ വരും. ഓക്കെ, XY ലൈന് മുകളിലായിട്ട് ഫ്രണ്ട് വ്യൂവും XY ലൈനിന് താഴെയായിട്ട് ടോപ്പ് വ്യൂവും വന്നു. ഇനി അടുത്തത് വരുന്നത് ഏതാ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ്. നമുക്കറിയാം ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ തുറന്നു. ഇതിനെങ്ങനെ തുറന്നത്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തുറന്നു. ഏതിനെ തുറന്നു? പ്രൊഫൈൽ പ്ലെയിനെ. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ അല്ലേ. ഈ പ്രൊഫൈൽ പ്ലെയിനെ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 90 ഡിഗ്രി തുറന്നു. അപ്പം വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് അവിടെയും കോയിൻസൈഡ് ചെയ്യും. കോയിൻസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ കിട്ടി. ഈ വ്യൂ എന്ത് ചെയ്തു? ഇവിടെ വന്നു. എവിടെ വന്നു? ഫ്രണ്ട് വ്യൂവിൻ്റെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഫ്രണ്ട് വ്യൂവിൻ്റെ ഇതാണ് ഫ്രണ്ട് വ്യൂ അല്ലേ. ഫ്രണ്ട് വ്യൂ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് വന്നത്? ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലാണ് എന്ത് വന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ വന്നത്. ഫ്രണ്ട് വ്യൂ ഇരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ വന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഒരു കാര്യം കൂടെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കാണും. അതായത് ഈ ഫ്രണ്ട് വ്യൂവും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂവും ഒറ്റ ലൈനിലായിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലൈനിലായിരിക്കുന്നത് അല്ലേ. ടോപ്പ് വ്യൂ മാത്രം ഒറ്റയ്ക്ക്, XYയുടെ താഴെയായിട്ട് ടോപ്പ് വ്യൂ മാത്രം ഒറ്റയ്ക്ക്, XYക്ക് മുകളിലായിട്ടാണ് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂവും വന്നേക്കുന്നത്. അത് രണ്ടും ഒറ്റ ലൈനിലാണ്. ഫ്രണ്ട് വ്യൂവിന് നേരെയായിട്ട് തന്നെയാണ് സൈഡിലോട്ട് മാറിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിനും കൂടെ ഉണ്ടായിരുന്നു അല്ലേ. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ കിട്ടുന്ന ഈ റൈറ്റ് സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? ഒരു സ്ക്വയർ കിട്ടി. അതാണ് നമ്മുടെ എന്ത്? റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ അല്ലേ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ അവിടെ വരും. റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഈ പ്രൊഫൈൽ പ്ലെയിൻ എന്ത് ചെയ്യും? നമ്മൾ തുറക്കും അല്ലേ. എങ്ങനെ തുറക്കും? ക്ലോക്ക് വൈസ് രീതിയിൽ തുറക്കും. ക്ലോക്ക് വൈസ് രീതി തുറന്നപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൻ്റെ വ്യൂ എവിടെ വരുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എവിടെ വരുന്നത്? ഈ ഒരു ഭാഗത്ത്. ഫ്രണ്ട് വ്യൂവിന് ഈ ഒരു ഭാഗത്തായിട്ട് വരും അല്ലേ. ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇവിടെ നമുക്കപ്പോൾ ഒരു ലൈനും കൂടെ വരും. റെഫറൻസ് ലൈൻ ഏത് വരും? X2 Y2 എന്ന് പറഞ്ഞാൽ റെഫറൻസ് ലൈന് വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് നമുക്കിവിടെ കിട്ടിയത്.
ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എവിടെ ഇരിക്കുന്നത്? ഫ്രണ്ട് വ്യൂവിന് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് വ്യൂ ഇതാണ്. ഫ്രണ്ട് വ്യൂവിന് ലെഫ്റ്റ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വന്നു. ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡ് ആര് വന്നു? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ വന്നു. ഓക്കെ, അപ്പം ഈ ഡ്രോയിങ് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്തുള്ളൊരു പ്രത്യേകതയാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രണ്ട് വ്യൂ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് ഷീറ്റിനകത്ത് വരുന്ന XY ലൈന് അല്ലെ റെഫറൻസ് ലൈന് മുകളിൽ വരും. ടോപ്പ് വ്യൂ XY റെഫറൻസ് ലൈന് താഴെ വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ എവിടെ വരും? ഫ്രണ്ട് വ്യൂവിന് റൈറ്റ് സൈഡിൽ വരും. റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എവിടെ വരും? ഫ്രണ്ട് വ്യൂവിന് ലെഫ്റ്റ് സൈഡിൽ വരും. അതുപോലെ തന്നെ സൈഡ് വ്യൂസ് എല്ലാം എന്തായിരിക്കും? എല്ലാം XY ലൈനിന് മുകളിലായിരിക്കും അല്ലേ? XY ലൈനിന് മുകളിലായിരിക്കും എല്ലാ സൈഡ് വ്യൂസും. സൈഡ് വ്യൂസ് എന്തുമായിട്ട് അലൈൻഡ് ആയിരിക്കും? ഫ്രണ്ട് വ്യൂവുമായിട്ട് അലൈൻഡ് ആയിരിക്കും. അത്രയും പോയിന്റ് മനസ്സിലായല്ലോ. ഇത്രയും പോയിൻറ്റ്സാണ് അവിടെ വരുന്നത്. ഇത് കൂടാതെ ഒരു പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഡീറ്റെയിൽ ചെയ്യാമെന്ന്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒബ്സർവറിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ തമ്മിലുള്ള പൊസിഷനാണ്. ഇവിടെ നോക്കിയേ, ഇത് ഒബ്സർവർ അല്ലേ? പഠിക്കാം. ഇതാണ് ഒബ്സർവർ. ഒബ്ജക്റ്റ് ഇതാണ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഇതാണ് അല്ലേ? ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒബ്സർവറിൻ്റെയും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഇടയ്ക്ക് വന്നാണ് ആരിയിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് ആര് വന്നിരിക്കുന്നു? ഒബ്ജക്റ്റ് വന്ന് ഇരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഈ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് കാണിച്ചത്. വെർട്ടിക്കൽ പ്ലെയിനെ കിട്ടുന്ന ഈ ഫ്രണ്ട് വ്യൂവിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതിനി നിങ്ങൾ ടോപ്പ് വ്യൂ കൂടെ നോക്കിയാൽ ഇത് തന്നെ ആയിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. നോക്കിയേ, ഒബ്സർവർ എവിടെ ഇരിക്കും? മുകളിൽ നിന്ന് നോക്കും. അപ്പോൾ ഒബ്സർവർ ഇവിടെ. പിന്നെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എവിടെ? ഏറ്റവും താഴെ അല്ലേ? അപ്പോൾ നോക്കുക, ഇതാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഒബ്ജക്റ്റ് എവിടെ? ഇടയ്ക്ക്. അതായത് ഒബ്സർവറിൻ്റെയും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഇടയ്ക്ക് ആര് വന്നിരിക്കും? ഒബ്ജക്റ്റ് വന്നിരിക്കും. അപ്പോൾ ഇവിടെ അത് തന്നെ കണ്ടീഷൻ വരുന്നുണ്ടല്ലോ. അതായത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് ആര് വന്നിരിക്കും? ഒബ്സർവർ വന്ന് ഇരിക്കും. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ വരച്ചാലും ടോപ്പ് വ്യൂ വരച്ചപ്പോഴും ഫസ്റ്റ് ആംഗിൾ പൊസിഷനകത്ത് എങ്ങനെ ഇരിക്കുന്നത്? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെ ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് ആര് വന്നിരിക്കും? ഒബ്ജക്റ്റ് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സൈഡ് വ്യൂ നോക്കിയാലോ, നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ നോക്കി. ലെഫ്റ്റ് സൈഡിൽ കൂടെ വയ്ക്കുമ്പോൾ ഒബ്സർവർ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഒബ്സർവറിൻ്റെയും ഇതാണ് നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഇടയ്ക്ക് ആര് വന്നിരിക്കുന്നു? ഒബ്ജക്റ്റ് വന്ന് ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെ തന്നെ വന്നിരിക്കുന്നത്? ഒബ്സർവറിൻ്റെയും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെ ഇടയ്ക്ക് വന്നായിരിക്കുന്നു ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3 വ്യൂ അടിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ നോക്കിയാലും അങ്ങനെ തന്നെ വരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ നോക്കിയാലും എങ്ങനെ തന്നെ വരും? നോക്കുക, ഇതാണ് ഒബ്സർവർ. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പ്രൊഫൈൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ പ്ലെയിൻ്റെയും ഇത് ഇടയ്ക്ക് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഫൈൽ പ്ലെയിൻ നമ്മളിവിടെ കൺസിഡർ ചെയ്തില്ല. ഇപ്പുറത്തെ പ്രൊഫൈൽ പ്ലെയിൻ, ഈ പ്രൊഫൈൽ പ്ലെയിനാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒബ്സർവറും പ്രൊഫൈൽ പ്ലെയിൻ്റെയും ഇടയ്ക്ക് ആര് വന്നിരിക്കുന്നു? ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. അതായത് ഒബ്സർവറിൻ്റെയും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഇടയ്ക്ക് ആര് വന്നിരിക്കുന്നു? ഒബ്ജക്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ നോക്കിയാലും ഈ കണ്ടീഷൻ തന്നെയാണ് കിട്ടുന്നത്. ഏതാ? പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒബ്സർവറിൻ്റെയും ഇടയ്ക്ക് ഒബ്ജക്റ്റ് വന്ന് ഇരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് വരുന്ന വേറൊരു കാര്യമാണ് ഇത്. ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് ഒബ്സർവറും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണെന്ന്. അതുപോലെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനും അതേപോലെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ അടുത്ത് പറയാൻ പോകുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ്. ഓക്കെ, തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കുക. തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് തേർഡ് ക്വാഡ്രൻറ്റ് അല്ലെങ്കിൽ തേർഡ് ഒക്ടനിലായിരിക്കും ഇരിക്കുക. ഓക്കെ, തേർഡ് ക്വാഡ്രൻറ്റ് ഇരിക്കുക എന്ന് തന്നെ വിചാരിച്ചോ. എങ്ങനെയാ നോക്കിയേ, നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഈ പാർട്ടില്ല, ഈ ഭാഗത്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ഈ ഒരു പാർട്ടിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് വിചാരിക്കുക. 2 പ്ലെയിൻ സിസ്റ്റം ആണെങ്കിൽ ഇതുകൊണ്ട് ഇവിടെ, ഇതാണ് നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റ് അല്ലേ? തേർഡ് ക്വാഡ്രൻറ്റിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റ് നമ്മൾ വരച്ചു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നു സാധാരണ വരേണ്ടത്. വെർട്ടിക്കൽ പ്ലെയിൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും അല്ലേ? ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. ഓക്കെ, ഒബ്ജക്റ്റ് ഇവിടെ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പം ദ പ്രൊജക്ഷൻസ് ഒബ്റ്റെയിൻഡ്, ഓക്കെ, ദ പ്രൊജക്ഷൻസ് ഒബ്റ്റെയിൻഡ് വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെ വരും നോക്കാം. ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ടോപ്പ് വ്യൂ വരച്ചു അല്ലേ? ഒബ്സർവർ മോളിൽ ചെന്നിരുന്ന് നോക്കുന്നു. ഓക്കെ, ഒബ്സർവർ മുകളിൽ ചെന്ന് നിൽക്കുന്നത് നമുക്കറിയാം. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്. ഇതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ നമുക്കിവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടി? ടോപ്പ് വ്യൂ കിട്ടി.
ഇനി ഒബ്ജക്റ്റിൻ്റെ ഒബ്സർവർ വീണ്ടും ഫ്രണ്ടിൽ പോയി നോക്കി. അപ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ പ്ലെയിനിൽ എന്ത് കിട്ടും, ഈ ഒബ്ജക്റ്റിൻ്റെ എന്ത് കിട്ടും, ഫ്രണ്ട് വ്യൂ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി അടുത്തത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സൈഡിൽ പോയി നോക്കുവാണ്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇതാണ്. നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ഇതും റൈറ്റ് സൈഡ് എന്ന് പറയുന്ന ഇതും. നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡ് നോക്കുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ കിട്ടി. ലെഫ്റ്റ് സൈഡ് വ്യൂ ഇവിടെ കിട്ടും. ഇത് ഇവിടെയാണ് കിട്ടുന്നത്. ലെഫ്റ്റ് സൈഡ് വ്യൂ എവിടെ കിട്ടി, ഈ ഒരു പാർട്ടിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ടോപ്പ് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് വ്യൂ നമുക്ക് ഈ പ്രൊഫൈൽ പ്ലെയിനിലാണ് കിട്ടിയത്. ഇനി റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിൻ നമുക്ക് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്സർവർ ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് നോക്കും, ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഇങ്ങനൊരു വ്യൂ കിട്ടും അല്ലേ, ഇവിടെ ഒരു വ്യൂ കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന വ്യൂ എന്താ, റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ്. ഓക്കെ, RHSV ആണ്, ആ പ്രൊഫൈൽ പ്ലെയിനിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, തുറക്കുക ചെയ്യുന്നത് അല്ലേ. ആദ്യം നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനെ അതേപോലെ തന്നെ വെച്ചു. ഇവിടാണ് നമ്മുടെ XY റെഫറൻസ് ലൈൻ വരുന്നത് അല്ലേ, XY റെഫറൻസ് ലൈൻ വരുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് രീതി റൊട്ടേറ്റ് ചെയ്തു, ക്ലോക്ക് വൈസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പം ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എവിടെ വന്നു, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്കറിയാം താഴെയാണ് വരുന്നത്. XYക്ക് ഈ XYയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ താഴെയായിരിക്കുന്നത്. അപ്പോൾ താഴെ തന്നെ ഫ്രണ്ട് വ്യൂ ഇരുന്നു. ടോപ്പ് വ്യൂ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ എന്ത് ചെയ്തു, ഇനി മുകളിലോട്ട് പോയി അല്ലേ, XYക്ക് മുകളിൽ പോയി. XY എന്ന് പറഞ്ഞാൽ ലൈന് മുകളിൽ പോയി. ഇനി എന്ത് ചെയ്യണം, പ്രൊഫൈൽ പ്ലെയിനെ നമ്മളിങ്ങനെ തുറന്നു. ഓക്കെ, പ്രൊഫൈൽ പ്ലെയിനെ തുറന്നപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, നമുക്കറിയാം ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട് അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരുന്നുണ്ട്, റെഫറൻസ് ലൈന് X1 Y1. ആ Y1നെ റെപ്രസെൻറ്റ് ചെയ്ത് ഇത് പ്രൊഫൈൽ പ്ലെയിൻ തുറന്നപ്പം എന്ത് കിട്ടി, നമുക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഇവിടെ കിട്ടി. അപ്പോൾ ഇതിവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നോക്കിയേ. ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിന് ലെഫ്റ്റ് സൈഡ്, നമുക്കറിയാം ഇതാണ് ലൈൻ വരച്ചെങ്കിൽ ഫ്രണ്ട് വ്യൂവിന് ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ വന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളൊരു വേറൊരു പ്രൊഫൈൽ പ്ലെയിനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞായിരുന്നു അല്ലേ. ഇതുകൊണ്ട് ഇവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിനും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് എന്ത് കിട്ടുന്നതെന്ന് പറഞ്ഞേ, ഇങ്ങനൊരു റൈറ്റ് സൈഡ് വ്യൂ കിട്ടും, റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ. നമുക്കിവിടെ ഒരു പ്രൊഫൈൽ പ്ലെയിനെ കിട്ടും റൈറ്റ് സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. ഇതാണ് റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എവിടെ വരും, ഇതിനെങ്ങനെ തുറക്കും, ഈ പ്ലെയിനെ ഇങ്ങനെ ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്ത് തുറക്കുന്നത്. വെർട്ടിക്കൽ പ്ലെയിനുമായിട്ട് കോയിൻസൈഡ് ചെയ്യാവുന്ന രീതിയിൽ തുറക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പുതിയൊരു ഇത് വരും, അതായത് ഇവിടെ ഒരു ആക്സിസ് ഉണ്ട്, X2 Y2 എന്ന് പറഞ്ഞാൽ റെഫറൻസ് ലൈൻ വരും, അതിവിടെ ഉണ്ട്. ഈ X2 Y2 വെച്ച് വെക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രോയിങ് എങ്ങനെ വരും, ഈ ഒരു രീതിയിലാണ് വരുന്നത്, ഇങ്ങനൊരു ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ അല്ലെ റൈറ്റ് സൈഡ് വ്യൂ ഇവിടെ വന്നു. റൈറ്റ് സൈഡ് വ്യൂ ഇപ്പോൾ ഇവിടെ വന്നേ, ഫ്രണ്ട് വ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ റൈറ്റ് സൈഡ് വ്യൂ ഇവിടെ വന്നേ, റൈറ്റ് സൈഡിലാണ് വന്നത്. റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഡ്രോയിങ്ങിനകത്ത് വരുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് എങ്ങനെയായിരുന്നു വന്നേ, തിരിച്ചായിരുന്നു അല്ലേ. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ലെഫ്റ്റ് സൈഡിലുമായിരുന്നു വരുന്നത്. ഇവിടെ പക്ഷേ കറക്റ്റ് രീതിയിൽ തന്നെ വന്നു. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വന്നു, ലെഫ്റ്റ് സൈഡ് വ്യൂ വന്നു. അതായത് തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്ത് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ വന്നു, ഫ്രണ്ട് വ്യൂവിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ വന്നു. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ, ഇവിടെ നോക്കുക. നമുക്കറിയാം ഇവിടാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അറിയാം XYക്ക് താഴെ മുകളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആരാണ്, ടോപ്പ് വ്യൂ. മറ്റേടത്തും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ. മറ്റേടത്തും അങ്ങനെ ആയിരുന്നു, നോക്കി അറിയാം. മറ്റേടത്ത് എന്തായിരുന്നു പ്രത്യേകത, ടോപ്പ് വ്യൂ ഒറ്റയ്ക്കായിരുന്നു ഇരുന്നത്, പക്ഷേ XYക്ക് താഴെയായിരുന്നു. ഇവിടെയും ടോപ്പ് വ്യൂ ഒറ്റയ്ക്ക് തന്നെയാണ്, പക്ഷേ XY ലൈന് മുകളിലായിട്ട് മാറി. XYക്ക് താഴെ ഫ്രണ്ട് വ്യൂ വന്നു. ഫ്രണ്ട് വ്യൂവിന് ഒറ്റയ്ക്കല്ല, ഫ്രണ്ട് വ്യൂവിൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്, ലെഫ്റ്റ് സൈഡ് വ്യൂ ഉണ്ട്, ഇവിടുത്തെ റൈറ്റ് സൈഡ് വ്യൂവും വരും അല്ലേ. ഒറ്റ ലൈനിലാണ് അലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, ഒറ്റ ലൈനിലും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ വരയ്ക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിന് അലൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്,
ലെഫ്റ്റ് സൈഡ് വ്യൂവും റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എപ്പോഴും വരയ്ക്കണം. അത്ര ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ആംഗിൾ ആണെങ്കിലും തേർഡ് ആംഗിൾ ആണെങ്കിലും നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ അലൈൻ ചെയ്തിട്ടായിരിക്കും എന്തൊക്കെ വരയ്ക്കുക, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വരയ്ക്കുക. അതുപോലെ തന്നെ തേർഡ് ആംഗിളിനകത്താണെങ്കിലും ഫസ്റ്റ് ആംഗിളിനകത്ത് ഈ സെയിം വ്യത്യാസമാണ്. പിന്നെ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XYക്ക് മുകളിലും താഴോട്ടും മാറി എന്നുള്ളൊരു വ്യത്യാസം അല്ലേ. XYക്ക് താഴെയായിരുന്നു ടോപ്പ് വ്യൂ ഏതിന്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് അല്ലേ. XYക്ക് താഴെയായിരുന്നു, XY എന്ന് പറഞ്ഞാൽ ലൈന് താഴെയായിട്ടായിരുന്നു ടോപ്പ് വ്യൂ ഇരുന്നത് ഫസ്റ്റ് ആംഗിളിനകത്ത്. ഇതോ ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ ഇവിടെ ആയിരുന്നു, XYക്ക് മുകളിലായിട്ടായിരുന്നു അല്ലേ. ഇവിടെ വന്നപ്പം നേരെ തിരിഞ്ഞു. ഇവിടെ വന്നപ്പോൾ എങ്ങനെയാണ് നേരെ തിരിയുന്നത്, ഇവിടെ വന്ന് തിരിഞ്ഞത് ടോപ്പ് വ്യൂ മുകളിൽ ഒറ്റയ്ക്ക് മാറിയിരുന്നു, ബാക്കി രണ്ടും താഴെ പോയി. ബാക്കി രണ്ടല്ല മൂന്ന്, ലെഫ്റ്റ് സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂവും റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂവും മാറി അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്, ഒബ്ജക്റ്റും ഒബ്സർവറും പ്ലെയിൻ ഓഫ് പൊസിഷൻ തമ്മിലുള്ള ലിങ്കിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയറിയാം, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എടുക്കുക, ഇവിടെയാണ് ഒബ്സർവർ ഇരിക്കുന്നത് നോക്കുന്നത് അല്ലേ. ഒബ്സർവർ ഇവിടെ ഇരിപ്പുണ്ട്. ഒബ്ജക്റ്റിൻ്റെയും ഒബ്സർവറിൻ്റെയും ഇടയ്ക്ക് ആര് വരുന്നുണ്ട്, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരുന്നു അല്ലേ. ഇവിടെ എങ്ങനെ വരുന്നത്, ഒബ്ജക്റ്റിൻ്റെയും ഒബ്സർവറിൻ്റെയും ഇടയ്ക്കാണ് ആര് വരുന്നത്, പ്രൊജക്ഷൻ പ്ലെയിൻ വരുന്നത് അല്ലെ, വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടെ നോക്കിയാലും പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ എന്താ, വെർട്ടിക്കൽ പ്ലെയിൻ. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേൻ്റെ നോക്കൂ, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുക. നമുക്കറിയാം ഇവിടെയാണ് ഒബ്സർവർ ഇരിക്കുന്നത് അല്ലേ. ഒബ്സർവറിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയ്ക്ക് ആര് വരുന്നുണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഒബ്ജക്റ്റിൻ്റെയും ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് ആര് വരുന്നു, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ. ഇതേപോലെ തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വ്യൂ ആണെങ്കിലും സെയിം കാര്യം തന്നെയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. PP ഉണ്ട്. ഓക്കെ, നമ്മുടെ ഒബ്സർവർ ലെഫ്റ്റ് സൈഡിൽ നോക്കുന്നു, നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു. ഒബ്സർവറിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഇടയ്ക്ക് ആര് വരുന്നു, നമ്മുടെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരുന്നു. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് ആര് വരുന്നു, പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരുന്നു. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് വ്യൂ എടുത്താലും ഇതേപോലെ തന്നെ സിമിലർ കാര്യം തന്നെ. ഓക്കെ, അപ്പം ഇവിടെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഒബ്ജക്റ്റും ഒബ്സർവറും തമ്മിലുള്ള ലിങ്കിങ് അല്ലെ പ്ലെയിൻ ഓഫ് പ്രൊജക്ഷനായിട്ടുള്ള ലിങ്കിങ് എങ്ങനെ ആയിരിക്കും, ഒബ്ജക്റ്റിൻ്റെ ഒബ്സർവറിൻ്റെ ഇടയ്ക്കാണ് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വരുന്നത്. മറ്റേടത്ത് എങ്ങനെയായിരുന്നു, മറ്റേടത്ത് വരുന്നത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ്റെയും ഒബ്സർവറിൻ്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് വരുമായിരുന്നു. ഇവിടെ നേരെ മാറി, ഇവിടെ എങ്ങനെ വന്നു, ഒബ്ജക്റ്റിൻ്റെയും ഒബ്സർവറിൻ്റെ ഇടയ്ക്കോട്ട് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ വന്ന് കയറി. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്മൾ സിമ്പിൾ എങ്ങനെയാണെന്ന് പഠിക്കണം. ഓക്കെ, നമുക്ക് ഡ്രോയിങ് ഷീറ്റ് നമ്മൾ സിമ്പിൾ വരയ്ക്കും. നമ്മൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് ആംഗിൾ ആണോ തേർഡ് ആംഗിൾ ആണോ എന്ന് ഉപയോഗിക്കും. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, ഏത് രാജ്യം എന്നല്ല, നമ്മൾ ഫസ്റ്റ് ആംഗിൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിലുള്ള ഡ്രോയിങ് ഷീറ്റുകളിലൊക്കെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആംഗിളിനെയാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ആളെന്ന് പറയുന്നത് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിർണ്ണയിച്ച പ്രകാരമാണ് നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ രീതിയിലേക്ക് ഡ്രോയിങ് ഷീറ്റുകൾ നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആരാണ് കൊണ്ടുപോകുന്നത്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ കൊണ്ടുപോകുന്നത് അമേരിക്കയാണ്. അമേരിക്ക തേർഡ് ആംഗിൾ പ്രൊജക്ഷന് പോകുന്നതാണ്. അവർ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലാണ് അവരുടെ ഡ്രോയിങ്സ് വരയ്ക്കുക. ഓക്കെ, ഇനി ഈ പ്രൊജക്ഷൻ്റെ ബേസ് ചെയ്യുമ്പം നമുക്ക് സിമ്പിൾസ് വരയ്ക്കേണ്ടി വരും. നമ്മുടെ ഷീറ്റിനാണ്, ഡ്രോയിങ് ഷീറ്റിനാണ് നമ്മൾ ഏത് മെത്തേഡാണ് നമ്മൾ മിക്കവാറും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ് വരയ്ക്കാറുള്ളത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിൾ ആര് വരയ്ക്കും, അമേരിക്കക്കാർ വരയ്ക്കും അവരുടെ ഡ്രോയിങ് ഷീറ്റിൽ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കറിയാം, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കും. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഇതിൽ തേർഡ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കും. ഓക്കെ, ഇനി ഇതെങ്ങനെ വരയ്ക്കും, അപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് വന്നു. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് വന്നപ്പോൾ നമ്മൾ എങ്ങനെ വരച്ചു, അതായത് ഇതിൻ്റെ ഈ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനിൽ നമുക്ക് എന്ത് കിട്ടി, ഈ ഫ്രണ്ട് വ്യൂ കിട്ടി. ഇതിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്ത് കിട്ടി, ടോപ്പ് വ്യൂ കിട്ടി. ഓക്കെ, കിട്ടി. അപ്പോൾ ഈ ഡ്രോയിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഡ്രോയിങ്ങിനകത്ത് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു ഷീറ്റ് അല്ലേ. ഇത് ഫ്രണ്ട് വ്യൂ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കും. ഇത് ഇടയ്ക്കൊരു XY ലൈനും വരും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനകത്ത് കാണിക്കാൻ വേണ്ടി ഇതിനെ വീണ്ടും നിങ്ങളൊന്ന് ചരിച്ച് വെച്ച് വരയ്ക്കുന്നതാണ് XY ലൈന്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, അതായത് നമ്മുടെ തേർഡ് ആംഗിൾ പ്രൊജക്ഷനകത്ത് എങ്ങനെ വരുന്നത്,
തേർഡ് ക്വാഡ്രൻ്റ് ഇത് അല്ലേ. തേർഡ് ക്വാഡ്രൻറ്റിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോപ്പ് വ്യൂ ഇവിടെ വന്നു അല്ലേ, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വന്നു. പിന്നെ ഫ്രണ്ട് വ്യൂ നമ്മുടെ ഇവിടെ വന്നു, വെർട്ടിക്കൽ പ്ലെയിനിൽ വന്നു. ഓക്കെ, ഇതിനെ നമുക്കറിയാം ഹൊറിസോണ്ടൽ പ്ലെയിനെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഈ നമ്മുടെ ഡ്രോയിങ് ഷീറ്റിനകത്ത് എങ്ങനെ വരും, ഈ ഒരു രീതിയിലാണ് വരുന്നത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ വരുന്നത്. XY ലൈന് ഇടയ്ക്ക് വരും അല്ലേ, ഈ ഒരു രീതിയിൽ ഒരു ഷേപ്പായിരിക്കും ഇരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് തലതിരിച്ച് എഴുതി വെച്ചേക്കുന്നതാണ് തേർഡ് ആംഗിൾ. അപ്പോൾ തേർഡ് ആംഗിളിലാണ് നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ആംഗിളിലാണ് നമ്മൾ ഈ ഒരു രീതിയിലുമാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് സെഷൻ ഇതോടെ തീർന്നു. ഫസ്റ്റ് പാർട്ടിന് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, മൾട്ടി വ്യൂ പ്രൊജക്ഷൻ വരെയുള്ളിൽ ഫസ്റ്റ് ആംഗിൾ തേർഡ് ആംഗിൾ വരെയുള്ള പറഞ്ഞു. ഇനി പാർട്ട് 2-നകത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാക്കിയുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ.